നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത് ഇപ്പം നമ്മൾ ക്ലാസ്സിൽ കയറുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഗൂഗിൾ കൊളാബ് നമ്മുടെ DSA ട്രെയിനിങ് ഫയലില്ലേ, ഗൂഗിൾ ഡ്രൈവിൽ ഉണ്ടാവും. അത് ഗൂഗിൾ കൊളാബിൻ ആ ഫയൽ ഓപ്പൺ ആക്കി വെക്കണം കേട്ടോ. collab.google.com എന്ന് അടിച്ചിട്ട് പുതിയ ആദ്യമായിട്ട് ഫസ്റ്റ് ക്ലാസ്സിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ collab.google.com അടിച്ചിട്ട് ഓപ്പൺ ക്രിയേറ്റ് ന്യൂ ഫയൽ ഇൻ ഡ്രൈവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഫയലിൽ പോയിട്ട് ഞെക്കി കഴിഞ്ഞാൽ ഒരു പുതിയ കൊളാബ് ഫയൽ ക്രിയേറ്റ് ആവും. ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. ചെറിയ സെറ്റിംഗ്സ് ചേഞ്ചസ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് ഞാൻ അതിന്റെ വീഡിയോ അയച്ചു തരാം കഴിഞ്ഞ ദിവസം ഇല്ലാത്തവർക്ക് കേട്ടോ. ഓക്കെ, അപ്പോൾ ആ കൊളാബ് ഫയലിൽ പ്ലസ് കോഡ് ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ കോഡ് അടിക്കാനുള്ള ഒരു സ്ഥലം ഉണ്ടാവും. ഓക്കെ, എന്നിട്ട് ഈ പ്ലേ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടിക്കുന്ന കോഡ് എക്സിക്യൂട്ട് ആവും. അത് നമ്മൾ ഇനി ചെയ്യുമ്പോൾ കാണിക്കാം അത് കേട്ടോ. അപ്പോൾ ആ ഒരു ഫയൽ ഓപ്പൺ ആക്കി വെച്ചോ എല്ലാവരും ഫയൽ ഓപ്പൺ ആക്കി വെച്ചോ. pythontutor.com കൂടെ എടുത്തു വെച്ചോ കേട്ടോ. pythontutor.com കൊളാബ് ഫയലും ഓപ്പൺ ആക്കി വെച്ചോളൂ എല്ലാവരും. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് സ്ലോലി നമ്മൾ പ്രോഗ്രസ് ചെയ്യുവാണ്. ചെറിയ പൈത്തന്റെ കുറച്ച് സിൻടാക്സ് ഒക്കെ നോക്കി അല്ലേ, പ്രിന്റ് അടിക്കാനായിട്ട് നോക്കി. ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഓപ്പറേറ്ററിന് പ്രിസിഡൻസ് അസോസിയേറ്റിവിറ്റി ഉണ്ടെന്ന് നമുക്കറിയാം. ഇതിന്റെ മെറ്റീരിയൽ ഞാൻ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പ്രിസിഡൻസ് അസോസിയേറ്റീവ് വെച്ചിട്ടാണ് സംഭവങ്ങൾ നടക്കുന്നത് നമുക്ക് മനസ്സിലായി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടം വരെ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നത്, ഈ പ്രോബ്ലം ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് ആൻഡ് ഓർ ഓപ്പറേറ്റേഴ്സ് ഒന്ന് പരിചയപ്പെടണം. ഓക്കെ, ആൻഡ് ഓർ നമുക്കിപ്പോൾ ആൻഡ് എന്ന് പറയുന്ന സംഭവത്തിന്റെ ആൻഡ് ഒരു ഓപ്പറേറ്റർ ആണ്, ലോജിക്കൽ ആൻഡ് ആണ്. നമ്മൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ പഠിക്കുന്ന ലോജിക്കൽ ആൻഡ്. മേ ബി എക്സ് ആൻഡ് വൈ എന്ന് പറഞ്ഞാൽ ആ സബ് എക്സ്പ്രഷന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു ബൂളിയൻ ആയിരിക്കും, ബൂളിയൻ വാല്യൂ ആയിരിക്കും. ഒന്നുകിൽ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. ഒരു റിലേഷൻ. ഓക്കെ, ഈ എക്സ് ആൻഡ് വൈ, ഓക്കെ, എക്സ് ആൻഡ് വൈ ഇതിപ്പോ ആൻഡ് ഗേറ്റിന്റെ കേസിൽ നമുക്ക് ട്രൂ ആവണമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ രണ്ട് ഇൻപുട്ടും ട്രൂ ആണെങ്കിലാണ് ഔട്ട്പുട്ട് ട്രൂ ആവുക. ബാക്കി സീറോ എന്ന് പറഞ്ഞ ഇവിടെ കാണിച്ചിരിക്കുന്ന ട്രൂത്ത് ടേബിൾ കാണിച്ചിരിക്കുന്ന എല്ലാം ഫോൾസ് ആണ്. ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആണെങ്കിൽ ഓറിന്റെ കേസിൽ ട്രൂ ആവും. ഏതെങ്കിലും ഒരു ഇൻപുട്ട് ട്രൂ ആണെങ്കിൽ ഓറിന്റെ കേസിൽ ട്രൂ ആവും. ആൻഡിന്റെ കേസിൽ രണ്ട് ഇൻപുട്ടും ട്രൂ ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് ട്രൂ ആകത്തുള്ളൂ. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ? ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ആ ആൻഡ് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ചെയ്യാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ റിലേഷണൽ ഓപ്പറേറ്റർ ഇല്ലേ, എ ഗ്രേറ്റർ ദാൻ ബി ലെസ് ദാൻ ബി. ഒരു റിലേഷണൽ ഓപ്പറേറ്ററിന്റെ ആ സബ് എക്സ്പ്രഷന്റെ ഔട്ട്പുട്ട് എപ്പോഴും എന്തായിരിക്കും? ട്രൂ ഓർ ഫോൾസ് ആയിരിക്കും. അവിടെ നിന്ന് വരുന്നത് ഈ സബ് എക്സ്പ്രഷൻ ഒന്നുകിൽ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. ഓക്കെ, ഈ ട്രൂ ഫോൾസ് എന്ന് പറയുന്നത് ഒരു ബൂളിയൻ ഡാറ്റ ടൈപ്പ് ആണ്. ഓക്കെ, ബൂളിയൻ ഡാറ്റ ടൈപ്പിൽ നമുക്ക് ട്രൂവും ഫോൾസും എന്ന് പറയുന്ന വാല്യൂ മാത്രമേ ഉള്ളൂ. അപ്പം ട്രൂവിന് ഒരു മാത്തമാറ്റിക്കൽ വാല്യൂ ഉണ്ട്. ട്രൂ എന്ന് പറയുന്നതിന്റെ മാത്തമാറ്റിക്കൽ വാല്യൂ 1 ആണ്, ഫോൾസിന്റെ മാത്തമാറ്റിക്കൽ വാല്യൂ 0 ആണ്. അത് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ട്രൂവിന്റെ മാത്തമാറ്റിക്കൽ വാല്യൂ 1 ആണ്, ഫോൾസിന്റെ മാത്തമാറ്റിക്കൽ വാല്യൂ 0 ആണ്. നമുക്ക് വേണമെങ്കിൽ അതിന്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ അതൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് അത് വരുന്നതെന്ന്. നിങ്ങൾ നോക്കിക്കോളൂ. ഇവിടെ ഇപ്പൊ ഞാൻ എഴുതുക എക്സ് ഈക്വൽ ടു 100. ഓക്കെ, എക്സ് ഈക്വൽ ടു 100, വൈ ഈക്വൽ ടു എക്സ് പ്ലസ് ട്രൂ. ഓക്കെ, ഈ ട്രൂ സ്മോൾ ലെറ്റർ എഴുതിയാൽ എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇത് വേരിയബിൾ ആണെന്ന് വിചാരിക്കും. ഓക്കെ, ക്യാപിറ്റൽ ടി ആണ് നമ്മുടെ ബൂളിയൻ ഡാറ്റ ടൈപ്പിന്റെ ട്രൂവിന്റെ സംഭവം. ഓക്കെ, മറ്റേ സി ലാംഗ്വേജിലൊക്കെ ആണെങ്കിൽ സ്മോൾ ലെറ്റർ ട്രൂ ആ, ഇവിടെ ക്യാപിറ്റൽ ടി ആണ് കേട്ടോ. അപ്പൊ ഇതിങ്ങനെ എഴുതി കഴിഞ്ഞാൽ അപ്പൊ തന്നെ തെറ്റും. കാരണം എന്താ? എക്സ് ഈസ് ഈക്വൽ ടു 100, വൈ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ട്രൂ എന്ന് എഴുതിയിട്ട്
പ്രിന്റ് വൈ എടുക്കാം. പ്രിന്റ് വൈ കൊടുത്തൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഇത് നോക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സിന്റെ കൂടെ ട്രൂ എന്ന് പറയുന്നത് ഈ ഇതിപ്പോ പ്രീ ഡിഫൈൻഡ് അല്ലാത്തതുകൊണ്ട്, കീവേഡ് അല്ലാത്തത് കൊണ്ട് എന്ത് സംഭവിക്കും, ഇത് വേരിയബിൾ നെയിം ആയിട്ട് എടുക്കും. ഈ വേരിയബിൾ നെയിം ഇല്ല എന്ന് പറയും. അതുണ്ടോ, നെയിം ട്രൂ ഈസ് നോട്ട് ഡിഫൈൻഡ്. ഓക്കെ, ഇത് വർക്ക് ചെയ്യുന്നതിന് ഇങ്ങനെ കൊടുത്താൽ മതി. ട്രൂ ഈക്വൽ ടു അത് വേരിയബിൾ നെയിം ആയിട്ട് എടുക്കും. ട്രൂ ഈക്വൽ ടു 500 എന്ന് കൊടുത്താൽ ഇപ്പം വർക്ക് ചെയ്യും. ട്രൂ ഈക്വൽ ടു 500 എന്ന് കൊടുത്താൽ ഇപ്പം 500ഉം 100ഉം കൂടെ കൂട്ടിയിട്ട് ഇപ്പൊ 600 വരുന്നുണ്ടോ അവിടെ. അത് വേരിയബിൾ നെയിം. അപ്പൊ നമ്മൾ പറയുന്ന ട്രൂ ആ ട്രൂ അല്ല, വേരിയബിൾ നെയിം ആയിട്ട് കൊടുക്കുന്ന ട്രൂ അല്ല. നിങ്ങൾ പേര് മാറ്റി ഈ ക്യാപിറ്റൽ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അത് വേരിയബിൾ നെയിം ആയിട്ട് എടുക്കും. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ എന്ത് കൊടുക്കണം, ക്യാപിറ്റൽ ടി കൊടുക്കണം. ഉണ്ടോ, കളർ മാറിയതുണ്ടോ. ഇനി നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, എക്സിന്റെ കൂടെ, എക്സ് എന്ന് പറയുന്നത് 100 ആണ്, 100ന്റെ കൂടെ ട്രൂ കൂട്ടുക. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ അങ്ങനെ കൂട്ടിയാൽ ഈ ട്രൂവിന്റെ മാത്തമാറ്റിക്കൽ വാല്യൂ വരിക. ഓക്കെ, അപ്പൊ എക്സിന്റെ കൂടെ ട്രൂവിന്റെ മാത്തമാറ്റിക്കൽ വാല്യൂ എത്രയാ, 1 അല്ലെ. എക്സ് എത്രയാ, 100. 100 + 1 എത്ര വരും, പ്രിന്റ് 101 വരും. കണ്ടോ, 101 കാണുന്നുണ്ടല്ലോ, 101 ആയിരിക്കും. നിങ്ങൾക്ക് പാരലൽ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ആ പറഞ്ഞ സംഭവമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയാവോ ആരെങ്കിലും? ഔട്ട്പുട്ട് കിട്ടിയവരോ എല്ലാവരും ടൈപ്പ് ചെയ്തോ, ആൻസർ കിട്ടിയവർ ടൈപ്പ് ചെയ്തോ. ട്രൂ ആണോ ഫോൾസ് ആണോ, ഇതിന്റെ ഔട്ട്പുട്ട് എന്താ? ഒരു ബുക്ക് മെയിൻറ്റെയിൻ ചെയ്തോ കേട്ടോ, ഒരു നോട്ട്ബുക്ക് മെയിൻറ്റെയിൻ ചെയ്തു. ആ നോട്ട്ബുക്കിൽ എഴുതാം. ഓക്കെ, ഇത് നിങ്ങൾ കൊളാബിൽ ടൈപ്പ് ചെയ്ത ആൻസർ പറയാനല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. കൊളാബിൽ ടൈപ്പ് ചെയ്ത കറക്റ്റ് ആൻസർ വരത്തില്ലേ. എനിക്ക് ആ നോട്ട്ബുക്കിൽ നിങ്ങൾ എഴുതിയിട്ട് ഇതിന്റെ ഔട്ട്പുട്ട് നിങ്ങൾക്ക് അറിയണം എത്ര എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന്. നോട്ട്ബുക്കിൽ എഴുതി നോക്കിയിട്ട് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പറയും. കൊളാബിൽ ടൈപ്പ് ചെയ്താൽ അപ്പൊ തന്നെ കമ്പ്യൂട്ടർ ആൻസർ വരത്തില്ല, കറക്റ്റ് ആയിട്ട് ആൻസറിലേ വരത്തുള്ളൂ. നമ്മളിപ്പോ പേപ്പറിൽ എഴുതിയിട്ട് പറയുന്ന ആൻസറും കമ്പ്യൂട്ടറിൽ കൊടുക്കുന്ന ആൻസറും സെയിം ആയിരിക്കണം. എന്താടാ പറഞ്ഞോ, ട്രൂ ആണോ ഫോൾസ് ആണോ? നിങ്ങൾ സംസാരിച്ചോ കേട്ടോ, അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോ. ഇതൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആണേ. അഭിരാമി പറയുന്നു ട്രൂ ആണെന്ന്. ഓക്കെ, അഭിരാമി എങ്ങനെയാ ചെയ്തതെന്ന് പറഞ്ഞു, അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോ. നികിത പറയുന്നു ട്രൂ ആണെന്ന്. ഓക്കെ, അഭിരാമി പറഞ്ഞു എങ്ങനെ ചെയ്തേ? A greater than B ആകുമ്പോഴത്തേക്കും അത് ഫോൾസ് ആ. അപ്പോ 0 വരും. ആൻഡ് B ലെസ് ദാൻ C ആണെങ്കിൽ ട്രൂ ആണ്, അപ്പോ 1 വരും. ഓക്കെ, ഒരു കാര്യം കൂടെ അവിടെ ഞാൻ ഇൻപുട്ട് തരാം, നോക്കിക്കോളൂ. നമ്മൾ ഈ ആൻഡ് ഓറൊക്കെ ഉപയോഗിക്കത്തില്ലേ, ആൻഡ് ഓറൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആൻഡ് എന്ന് പറയുന്ന ലോജിക്കൽ ആൻഡ് ആണ്. ഓക്കെ, ഓർ എന്ന് പറയുന്നത് ലോജിക്കൽ ഓർ ആണ്. ഓക്കെ, ആൻഡ് ട്രൂ നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇത് ഇപ്പൊ ഉപയോഗിക്കുമ്പം എക്സ് ഗ്രേറ്റർ ദാൻ വൈ. ഓക്കെ, ആൻഡ് വൈ ഗ്രേറ്റർ ദാൻ ഇസഡ് ആൻഡ് പി ലെസ് ദാൻ ക്യൂ, ഇങ്ങനെയൊക്കെ ഇരിക്കുമെന്ന് വിചാരിക്കുക കേട്ടോ. മേ ബി ഈസ് എ ഈസ് ഈക്വൽ ടു എന്നൊക്കെ പറഞ്ഞ് അടിക്കുക. എ ഈക്വൽ ടു ഇങ്ങനെ അടിച്ചു. ഓക്കെ, എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആൻഡ് എക്സ്, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാലേ ഇവിടെ ഈ ആൻഡ് ഗേറ്റും ആൻഡ് ഓപ്പറേറ്ററും ഓർ ഓപ്പറേറ്ററും എന്താണ്, ഷോർട്ട് സർക്യൂട്ടഡ് എന്നാ പറയുക. ഷോർട്ട് സർക്യൂട്ട് ആൻഡ് ഓപ്പറേഷൻ ആൻഡ് ഷോർട്ട് സർക്യൂട്ട് ഓർ ഓപ്പറേഷൻ എന്നാ പറയുക. എന്ന് പറഞ്ഞാൽ ഇവൻ ഈ ഇടതുവശത്ത് നിന്ന് വലത്തേക്കാണ് ചെയ്യുന്നത്. അതിന്റെ നോർമൽ ഓർഡർ ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. ആദ്യം ഇവൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ് ഗ്രേറ്റർ ദാൻ വൈ ചെയ്യും. ഓക്കെ,
ഈ എക്സ് ഗ്രേറ്റർ ദാൻ വൈയുടെ ആൻസർ ഫോൾസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഈ എൻ്റെയർ എക്സ്പ്രഷൻ ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ആൻഡിന്റെ കേസിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഫോൾസ് ആയാൽ ബാക്കി എന്തൊക്കെ ട്രൂ ആയാലും ഔട്ട്പുട്ട് ഫോൾസ് തന്നെയല്ലേ? ആണല്ലോ. അപ്പൊ ഈ ഫോൾസ് ഇങ്ങോട്ട് ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. ഓക്കെ, ഇതൊന്നും ചെയ്യത്തില്ല. ആൻഡിന്റെ കേസിൽ ഒരെണ്ണം ഫോൾസ് ആയാൽ ബാക്കി ഒന്നും ചെയ്യത്തില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടോ? അപ്പം ആൻഡിന്റെ കേസിൽ എപ്പോഴാണ് ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നത്? ആൻഡിന്റെ കേസിൽ ഫോൾസ് ആണെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. ഇനി ഇവിടെ ഫോൾസ് അല്ല, ഇവിടെ ട്രൂ വരിക എന്ന് വിചാരിക്കും. ഇവിടെ ട്രൂ വന്നാൽ അടുത്തത് ചെയ്ത് നോക്കും. ഓക്കെ, ഇവിടെ ട്രൂ വന്നാൽ അടുത്തത് ചെയ്ത് നോക്കും. അതും ട്രൂ വന്നാലോ? അതും ട്രൂ വന്നാൽ മാത്രമേ അടുത്തത് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇത് ഫോൾസ് ആണെങ്കിൽ അടുത്തത് ചെയ്യത്തില്ല. ഈ ഫോൾസ് ആയിരിക്കും ആൻസർ. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഷോർട്ട് സർക്യൂട്ട് ആൻഡ് എന്ന് പറയുന്നത്. എല്ലാ ലാംഗ്വേജിലും ആൻഡ് ഓറും ഒക്കെ എന്താണ്? ഷോർട്ട് സർക്യൂട്ട് ആണ്. ഓക്കെ, ഇനിയിപ്പോ ഓർ ഇടുവാണെങ്കിൽ വിചാരിക്കും. ഇപ്പൊ ഇതേ സാധനം തന്നെ എനിക്ക് ഇങ്ങനെ എഴുതാമല്ലോ, എക്സ് ഓർ വൈ ഓർ ഇസഡ് അല്ലേ? ഓർ ആണെങ്കിൽ എപ്പോഴാണ് ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നത്? ഈ സംഭവം ഇവിടെ ആൻഡ് ആണെങ്കിൽ ട്രൂ ആവുമ്പോൾ ഫോൾസ് ആവുമ്പോൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. കാരണം എന്ന് പറഞ്ഞാൽ ഡിസിഷൻ എപ്പം എടുക്കാൻ പറ്റുന്നു അന്നേരമാണ് ഷോർട്ട് സർക്യൂട്ടിംഗ് എന്ന് പറയുക. ഓക്കെ, ആൻഡിന്റെ കേസിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഫോൾസ് ആയ അപ്പൊ തന്നെ പണി നിർത്തിക്കൂടെ? കാരണം എല്ലാ ഇൻപുട്ടും ട്രൂ ആണെങ്കിലേ ആൻസർ 1 വരത്തുള്ളൂ. ഏതെങ്കിലും ഒരെണ്ണം ഫോൾസ് ആയാൽ കഴിഞ്ഞല്ലോ. അപ്പൊ എപ്പോ ഫോൾസ് ആവുന്ന അപ്പൊ പണി നിർത്തും. ഏത്? ആൻഡ്. ഓർ നേരെ ഓപ്പോസിറ്റ്. എപ്പം 1 ആവുന്നു അപ്പൊ പരിപാടി നിർത്തും. കാരണം എന്താ? ഓറിന്റെ കേസിൽ ഏതെങ്കിലും ട്രൂ ആയ ഔട്ട്പുട്ട് ട്രൂ ആവില്ലേ? ഇത് ട്രൂ ആയെന്ന് വിചാരിക്കും. ഇത് ട്രൂ ആയ പിന്നെ ഇതൊന്നും ചെയ്യത്തില്ല. ഈ ആൻസർ ഇപ്പൊ എൻ്റെ എക്സ്പ്രഷന്റെ ആൻസർ അപ്പൊ തന്നെ എന്താക്കും? ട്രൂ ആക്കും. ഇനി ഇത് ഫോൾസ് ആണെങ്കിൽ, ഇതിപ്പോ ഫോൾസ് ആയെന്ന് വിചാരിക്കും. ഇത് ഫോൾസ് ആണെങ്കിൽ നേരെ വന്നിട്ട് ഇത് ചെയ്യും. ഇതും ഫോൾസ് ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നേരെ വന്നിട്ട് എന്ത് ചെയ്യും? ഇത് ചെയ്യും. ഇത് ട്രൂ ആയാൽ ആൻസർ ട്രൂ. പക്ഷേ ഇതിന്റെ ഇടയിൽ ഏതെങ്കിലും ഒരെണ്ണം എപ്പം പോകുന്ന പോക്കിൽ ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആയാൽ അപ്പൊ തന്നെ പണി നിർത്തും. കാരണം എന്താ? ഒരെണ്ണം ട്രൂ ആയാൽ ഔട്ട്പുട്ട് ട്രൂ ആയി. ഞാൻ പറഞ്ഞ മനസ്സിലായെങ്കിൽ റിസർച്ച്. അപ്പൊ ആൻഡിന്റെ കേസിൽ ഫോൾസ് വന്നാൽ ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. ഓറിന്റെ കേസിൽ ട്രൂ വന്നാൽ ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. അത് മറക്കണ്ട കേട്ടോ. അത് നമ്മൾ ഈ കോഡൊക്കെ എഴുതുമ്പോഴേ ഇതൊക്കെ വരും, പിക്ചറിൽ വരും. കോഡൊക്കെ എഴുതുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ എക്സ്പ്രഷൻ ഒക്കെ എഴുതി അങ്ങ് വെക്കും. എന്നിട്ട് നമ്മൾ വിചാരിക്കും ആ സാധനം നമ്മൾ വിചാരിച്ച പോലെ വർക്ക് ചെയ്യുന്നു. പക്ഷെ അത് വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പൊ മുന്നോട്ട് പോകും തോറും നമ്മൾ കോംപ്ലിക്കേറ്റഡ് കോഡ് വരുമ്പോഴത്തേക്ക് ഇതൊക്കെ പിക്ചറിൽ വരും. ഇതൊക്കെ ക്ലിയർ അല്ലെങ്കിൽ അവിടെ വരുമ്പോൾ പ്രശ്നമാകും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ചെയ്യാം. അപ്പൊ ഇത് നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാനിപ്പോ പറഞ്ഞത് ആൻഡ് മാത്രമുള്ള കേസും ഓർ മാത്രമുള്ള കേസുമാണ് അല്ലേ? ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ആൻഡ് ഓറും മിക്സ് ആയി കിടക്കുക അല്ലേ? ആൻഡ് ഓറും മിക്സ് ആയി കിടക്കുക. ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൻഡുകളെയൊക്കെ ഗ്രൂപ്പ് ചെയ്യണം. ആൻഡുകളെയൊക്കെ ഗ്രൂപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതുണ്ടോ? ഈ എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് ബി ലെസ് ദാൻ സി. ഇത് കമ്പ്യൂട്ടറിന് കൊടുക്കുമ്പോൾ ഇതൊന്നും ഗ്രൂപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യാനായിട്ട് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആൻഡുകളെയൊക്കെ ഗ്രൂപ്പ് ചെയ്യുക. ഓക്കെ, ആൻഡുകളൊക്കെ ഗ്രൂപ്പ് ചെയ്യുക. ഇന്റേണലി വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയായി. ആൻഡുകളൊക്കെ ഗ്രൂപ്പ് ചെയ്തു. ഇനി എന്ത് ചെയ്യുന്നു? ഇനി ഇടത്തുനിന്ന് വലത്തേക്ക് ചെയ്യണം. ആൻഡുകളെ ഗ്രൂപ്പ് ചെയ്തു, ഇടത്തുനിന്ന് വലത്തേക്ക് ചെയ്യണം. ആദ്യം എന്ത് ചെയ്യും? ആദ്യം എ ഗ്രേറ്റർ ദാൻ ബി ചെയ്യും. എ ഗ്രേറ്റർ ദാൻ ബി ശരിയാണോ തെറ്റാണോ? എ ഗ്രേറ്റർ ദാൻ ബി ശരിയാണോ തെറ്റാണോ? പറയൂ. എ എന്ന് പറഞ്ഞാൽ 10 ഗ്രേറ്റർ ദാൻ 20 ശരിയാണോ തെറ്റാണോ? ശരിയല്ല. ശരിയല്ലെന്ന് പറഞ്ഞാൽ തെറ്റാണ്, ഫോൾസ് ആണ് അല്ലെ? ഇത് ഫോൾസ് ആണെങ്കിൽ ആൻഡ് അല്ലേ ഇത്? ആൻഡിന്റെ കേസിൽ ഏതെങ്കിലും ഫോൾസ് വന്നാൽ അപ്പൊ തന്നെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ എന്താ? ഇതിനകത്ത് ട്രൂ വരണമെങ്കിൽ എല്ലാം ട്രൂ വരണമായിരുന്നു. ഏതെങ്കിലും ഒരെണ്ണം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇനി ഒരു കാരണവശാലും ട്രൂ വരാൻ സാധ്യതയില്ല അല്ലേ? അപ്പൊ ഇത് ഫോൾസ് ആയതുകൊണ്ട് ഇത് ചെയ്യില്ല. സോ ഇത് എന്തിലേക്ക് ഷോർട്ട് സർക്യൂട്ട് ചെയ്യും? ഈ സബ് എക്സ്പ്രഷൻ, ഈ എൻ്റെ ആൻഡിന്റെ സാധനം ഫോൾസ് ആവും. ഇനി അവിടെ കൊണ്ട് പരിപാടി തീർന്നില്ല. ഇവിടെ ഓറുണ്ട് അല്ലെ? ഇവിടെ ഓറുണ്ട്. ഇനി അടുത്തത് ചെയ്യുമ്പോൾ എ ഗ്രേറ്റർ ദാൻ ഡി ആണോ നോക്കും. എ ഗ്രേറ്റർ ദാൻ ഡി എന്ന് പറഞ്ഞാൽ ഈ എ ഗ്രേറ്റർ ദാൻ ഡി തെറ്റല്ലേ? എ 10 ഡി 40. 10 ഗ്രേറ്റർ ദാൻ 40 തെറ്റല്ലേ? അപ്പൊ ഇത് ഫോൾസ് ആവും. ഇത് ഫോൾസ് ആയ അടുത്തത് നോക്കും. സി ലെസ് ദാൻ ഡി ശരിയാണോ? 30 40-നേക്കാളും ചെറുതല്ലേ? ആണ്. അപ്പൊ അത് ട്രൂ ആയി.
ഇത് ട്രൂ ആയതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇത് ട്രൂ ഇതിപ്പോ ഫോൾസ് ആണെന്ന് വിചാരിക്കുക. ഇത് ഫോൾസ് ആണെങ്കിൽ ഇത് ചെയ്യത്തില്ല. ഓക്കെ, ഇത് ചെയ്യത്തില്ല. ഇത് ട്രൂ ആയതുകൊണ്ട് തൊട്ടടുത്ത് ചെയ്യും. കാരണം അതും കൂടെ ട്രൂ ആയാൽ മാത്രമേ ഈ ആൻഡിന്റെ ആൻസർ എന്താക്കാൻ പറ്റത്തുള്ളൂ, ട്രൂ ആക്കാൻ പറ്റത്തുള്ളൂ. സോ ഇത് ട്രൂ ആയതുകൊണ്ട് എ ലെസ് ദാൻ ഡി ചെയ്യും. എ ലെസ് ദാൻ ഡി ശരിയാണോ? 10 ലെസ് ദാൻ 40 ശരിയാണ്. അപ്പൊ ഇത് ശരിയായല്ലോ, ഇത് ശരിയായി. ഇത് രണ്ടും ശരിയായ സ്ഥിതിക്ക് ഈ എക്സ്പ്രഷൻ എന്തായി? ട്രൂ ആയി. ഇപ്പൊ ഇത് എങ്ങനെ എഴുതാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോൾസ് ഓർ ട്രൂ എന്നായി അല്ലേ? അപ്പൊ ഫൈനൽ ആൻസർ എന്താ? ട്രൂ എന്നാണ് കേട്ടോ. നമ്മൾ മനസ്സിലായെങ്കിൽ ഒരു എസ് അടിച്ച്. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിച്ച്. ഇതൊന്നും ഇനി ആരും പറഞ്ഞു തരത്തില്ല. ഇതൊന്നും ഇനി മറന്നേക്കരുത് കേട്ടോ. ഇതൊക്കെ ഇത് പ്രോഗ്രാമിന്റെ ഫണ്ടമെന്റൽസ് ആണ് ഈ സാധനങ്ങൾ. എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെയും ഫണ്ടമെന്റൽസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ആൻസർ ട്രൂ എന്ന് വരും ഇതിന്റെ. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തത് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കിയിട്ട് പറയും. ഇത് തന്നെ ഞാൻ അയച്ച മെറ്റീരിയലിൽ ഈ ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. PDF ഈ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇനി ഇത് തന്നെ ചെയ്ത് നോക്കിയിട്ട് പറയും. നികിത പറയുന്നു ട്രൂ ആണെന്ന്. ഓക്കെ, ഓക്കെ. ഞാൻ എന്താ പറഞ്ഞേ? ആൻഡുകളെയൊക്കെ ഗ്രൂപ്പ് ചെയ്യണം. കണ്ടിന്യൂസ് ആയിട്ടുള്ള ആൻഡുകളെയൊക്കെ ഗ്രൂപ്പ് ചെയ്യുക അല്ലേ? ഇത് ഇവിടെ വരെ ഗ്രൂപ്പ് ചെയ്തു. ഇനി എന്ത് ചെയ്യണ്ടേ? ഇനി ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് ചെയ്ത് തുടങ്ങുക. ഇവിടെ ഒരു ഓർ ഉണ്ട്. ഓറിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഇട്ടു. അതൊക്കെ ചുമ്മാ ഈ ബ്രാക്കറ്റ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. പ്രോഗ്രാം എഴുതുമ്പോൾ ഈ ബ്രാക്കറ്റ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. പഠിക്കാൻ വേണ്ടി ഞാൻ ചുമ്മാ ഇട്ടതാ കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇനി എ ഗ്രേറ്റർ ദാൻ ബി ശരിയാണോ നോക്കുന്നു. എ ഗ്രേറ്റർ ദാൻ ബി ശരിയാണോ? 10 ഗ്രേറ്റർ ദാൻ 20. 10 ഗ്രേറ്റർ ദാൻ 20 തെറ്റല്ലേ? 10 എ ഗ്രേറ്റർ ദാൻ ബി തെറ്റാണ്. ഇത് തെറ്റാണെങ്കിൽ പിന്നെ ഇത് ചെയ്യുവോ? ഇത് ചെയ്യത്തില്ല. ഇത് ചെയ്യുവോ? ഇത് ചെയ്യത്തില്ല. ഈ എൻറ്റയർ എക്സ്പ്രഷൻ എന്താക്കി? ഇതിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് ഈ എൻറ്റയർ എക്സ്പ്രഷൻ ഫോൾസ് ആക്കി അല്ലേ? ഇനി അടുത്തത് ഡി ഗ്രേറ്റർ ദാൻ എ ശരിയാണോ? ഡി ഗ്രേറ്റർ ദാൻ എ 40 ഗ്രേറ്റർ ദാൻ 10 ശരിയാണ് അല്ലെ? ട്രൂ ആണ്. ഇപ്പൊ എൻറ്റയർ എക്സ്പ്രഷൻ എങ്ങനെയായി മാറി? ഫോൾസ് ഓർ ട്രൂ എന്നായില്ലേ? ഈ ഫോൾസ് ഓർ ട്രൂ എന്നായില്ലേ? അങ്ങനെയാണെങ്കിൽ ഫോൾസ് ഓർ ട്രൂ എന്ന് പറഞ്ഞ ആൻസർ എന്തായി? ട്രൂ എന്നായി. കിട്ടിയോ? ഐഡിയ കിട്ടിയോ? യെസ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. മുന്നോട്ട് പോവാണേ. ഓക്കെ, ഇനി നമുക്ക് വേറൊരു കാര്യം കൂടെ അതിൻ്റെ അകത്ത് പറയാനുണ്ട്. നമുക്ക് ഈ ട്രൂ ഫോൾസ് എന്ന് പറയുന്ന സംഭവം ഇല്ലാതെ, ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ട്രൂ ഫോൾസ് ഉണ്ടല്ലോ, ശരിയാണോ തെറ്റാണോ, ഓക്കെ, ആ സംഭവം ഇല്ലാതെ കമ്പ്യൂട്ടറിൽ ഒരു സെൻസിബിൾ പ്രോഗ്രാം പോലും എഴുതാൻ പറ്റത്തില്ല. നമ്മൾ ചുമ്മാ ഈ അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ട്രൂ ഫോൾസ് ഒന്നും വരുന്നില്ല. ഇപ്പൊ A = 10 ഇവിടെ ട്രൂ ഫോൾസ് ഒന്നും ഇല്ല. അതല്ലാതെ നിങ്ങളിപ്പോ എന്തെങ്കിലും ഒരു ലോജിക് ഉള്ള പ്രോഗ്രാം എഴുതണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു ഇഫോ എൽസിഫോ ഇഫ് എൽസോ വൈൽ ലൂപ്പോ എന്ത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ എന്ത് വരും? ശരിയാണോ തെറ്റാണോ എന്ന് നോക്കേണ്ടി വരും. ഓക്കെ ആണല്ലോ. ഇനി കമ്പ്യൂട്ടറിനെ സംബന്ധിച്ച് കമ്പ്യൂട്ടർ നമ്മൾ ശരിയാണെന്ന് പറയുന്നത് എങ്ങനെയാ? ട്രൂ, അല്ലെങ്കിൽ അതിന്റെ മാത്തമാറ്റിക്കൽ വാല്യൂ 1 ആണ്. തെറ്റാണെന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ വാല്യൂ 0 ആണ്. കമ്പ്യൂട്ടർ നമ്മളോട് പറയുമ്പോൾ. ഓക്കെ, നമ്മൾ കമ്പ്യൂട്ടറിനോട് പറയുമ്പോൾ 0 കമ്പ്യൂട്ടർ എങ്ങനെ എടുക്കുമെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന 0 ഫോൾസ് ആയിട്ട് എടുക്കും. 0 ഫോൾസ് ആണ്. 0 അല്ലാത്ത എല്ലാ വാല്യൂവും ട്രൂ ആണ്. 0 അല്ലാത്ത എല്ലാ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.000001 999. ഓക്കെ, എന്തൊക്കെ വാല്യൂ നിങ്ങൾക്ക് -0.000001 ഇതെല്ലാം എന്താണ്?
ഈ 0 അല്ലാത്ത എല്ലാ വാല്യൂവും കമ്പ്യൂട്ടറിനെ സംബന്ധിച്ച് ട്രൂ ആണ്. 0 മാത്രമാണ് ഫോൾസ്. അത് നിങ്ങൾ മറന്നേക്കരുത്. അങ്ങനെയാണെങ്കിൽ ഈ പ്രോബ്ലം ഒന്ന് ചെയ്തിട്ട് അതിന്റെ ആൻസർ എന്ന് പറഞ്ഞു. എന്താ കിട്ടി? ട്രൂ ആണോ? നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം കേട്ടോ. ആൻഡുകളെയൊക്കെ ഗ്രൂപ്പ് ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ആൻഡുകൾ ഉണ്ടോ? ഇവിടെ ആൻഡ് ഉണ്ട് അല്ലേ? അപ്പം ഡി ആൻഡ് എഫ്. ഓക്കെ, ഇവിടെ വരെ ഗ്രൂപ്പ് ചെയ്തു. ഇനി ഇടത്തുനിന്ന് വലത്തേക്ക് ചെയ്യുക. ഇടത്തുനിന്ന് വലത്തേക്ക് ചെയ്യുമ്പം എ ഈക്വൽ ടു ബി ശരിയാണോ തെറ്റാണോ? എ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ A0 B7 ഇത് രണ്ടും സെയിം ആണോ? അല്ല. ഇത് ഡബിൾ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ കമ്പാരിസൺ ഓപ്പറേറ്റർ ആട്ടോ. സിംഗിൾ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ അസൈൻമെന്റ്. എ ഈക്വൽ ടു ബി ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. എയും ബിയും സെയിം അല്ല. അങ്ങനെയാണെങ്കിൽ ഇത് ഫോൾസ് ആവുമല്ലോ. ഇത് ഫോൾസ് ആവും. ഓക്കെ, അപ്പം ഇവിടെ ഒരു ഓറുണ്ട്, ഇവിടെ ഒരു ഓറുണ്ട്, ഇവിടെ ഒരു ഓറുണ്ട് കേട്ടോ. ഓക്കെ, ഫൈൻ. ഇനി എന്താ നമ്മൾ നോക്കുന്നത്? ഇനി സി ഈക്വൽ ടു ഡി ശരിയാണോ തെറ്റാണോ? 0 1000 സെയിം ആണെന്ന് പറയുക, അത് തെറ്റാണ് അല്ലേ? അത് തെറ്റാണെങ്കിൽ സി ഈക്വൽ ടു ഡി ഫോൾസ്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നത് ഡി ശരിയാണോ തെറ്റാണോ? ഡി എന്ന് പറഞ്ഞൊരു വേരിയബിൾ നെയിം ശരിയാണോ തെറ്റാണോ? ഞാൻ പറഞ്ഞല്ലോ, കമ്പ്യൂട്ടറിനെ സംബന്ധിച്ച് നമ്മൾ കമ്പ്യൂട്ടറിനോട്ട് കൊടുക്കുമ്പോൾ 0 അല്ലാത്ത എല്ലാ വാല്യൂ എന്താണ്? ട്രൂ ആണ് അല്ലേ? 0 മാത്രമാണ് ഫോൾസ്. അപ്പൊ ഡീനെ സംബന്ധിച്ച് ഡിയുടെ വാല്യൂ 1000 ആണ്. 1000 എന്ന് പറയുന്നത് 0 അല്ലാത്തൊരു വാല്യൂ അല്ലേ? 0 അല്ലാത്ത വാല്യൂ ആണ്. 0 അല്ലാത്ത വാല്യൂ എല്ലാം ട്രൂ ആണ്. അപ്പൊ ഡി ട്രൂ ആയല്ലോ. ഡി ട്രൂ ആയി. ആൻഡ് ഇത് ട്രൂ ആയതുകൊണ്ട് മാത്രമാണ് അടുത്തത് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് ചെയ്യത്തില്ല. ഇ എന്ന് പറയുന്നത് ട്രൂ ആണോ ഫോൾസ് ആണോ? ഈ ഒരു 100 എന്ന് പറഞ്ഞ വാല്യൂ ആ 0 അല്ലാത്തൊരു വാല്യൂ, നോൺ സീറോ വാല്യൂ ആ. അപ്പൊ അതും ട്രൂ ആയില്ലേ? അതും ട്രൂ ആയതുകൊണ്ട് മാത്രം അടുത്തത് ചെയ്യും. എഫ് ട്രൂ ആണോ ഫോൾസ് ആണോ? എഫിന്റെ വാല്യൂ ഉണ്ട് 0 ഫോൾസ് കേട്ടോ. ഫോൾസ്. അപ്പൊ ഇത് ഷോർട്ട് സർക്യൂട്ട്, ഇത് തീരും. ഈ എക്സ്പ്രഷൻ തീർന്നു. ഈ എക്സ്പ്രഷൻ ട്രൂ ആൻഡ് ഫോൾസ് എന്നാവും. അപ്പൊ ഇവിടെ എന്താവും? ഫോൾസ് എന്നായി. അതിന്റെ അർത്ഥം ഈ എൻ്റയർ എക്സ്പ്രഷൻ ഫോൾസ് ആയി പോയെന്നാണോ? അല്ല. ഇപ്പുറത്തൊരു ജി കിടപ്പുണ്ട് അല്ലേ? ഇവിടെ ഒരു ജി കിടപ്പില്ലേ? ഓക്കെ, ഈ ജി എന്ന് പറയുന്നത് ബൂളിയൻ ട്രൂ ആ. ബൂളിയൻ ട്രൂവിന്റെ മാത്തമാറ്റിക്കൽ വാല്യൂ എന്താ? ബൂളിയൻ ട്രൂവിന്റെ മാത്തമാറ്റിക്കൽ വാല്യൂ 1 ആ. സോ 0 അല്ലാത്ത എല്ലാ വാല്യൂയും ട്രൂ അല്ലേ? ട്രൂ ആണ്. അപ്പൊ ഈ എക്സ്പ്രഷൻ എന്തായി മാറും? ഈ എക്സ്പ്രഷൻ ട്രൂ ആയി മാറും. ഇപ്പൊ മൊത്തം എക്സ്പ്രഷൻ എങ്ങനെയായി മാറി? എഫ് ഓർ ടി അല്ല, ടി അല്ല, ഈ എഫ് അല്ലേ? എഫ് ഓർ ടി ഇങ്ങനെ ആയില്ലേ? ഇ എഫ് ഇ ടി. ഓക്കെ, അപ്പൊ ഇതിന്റെ ഫൈനൽ ആൻസർ എന്ത് വരും? ട്രൂ എന്ന് വരും. ക്ലിയർ ആണെങ്കിൽ രസടിച്ചേ. ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളു അതിൻ്റെ അകത്ത്. ഷോർട്ട് സർക്യൂട്ട് ആൻഡ് ഓറിന് മനസ്സിലാക്കാൻ ഇത്രയും കാര്യങ്ങളുള്ളൂ. ഇത് മനസ്സിലായാൽ എല്ലാം ചെയ്യാൻ പറ്റും കേട്ടോ. വേറെ ഇതിൻ്റെ അകത്ത് കൂടുതൽ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല. ഇതൊക്കെ തന്നെ സംഭവം. യെസ്, ഓക്കെ, വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ നോക്കിയിട്ട് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞേ. കമ്പ്യൂട്ടറിൽ അടിച്ചു നോക്കാനല്ല പറയുന്നത്. കമ്പ്യൂട്ടറിൽ അടിച്ചു നോക്കണമെങ്കിൽ നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ ആ PDF നോക്കിയിട്ട്, ഞാൻ അയച്ചേക്കുന്ന സിൻടാക്സിന്റെ PDF നോക്കിയിട്ട് നിങ്ങൾക്ക് കൊളാബിൽ അടിച്ചു നോക്കാവുന്നതാണ്. ഇപ്പൊ പേപ്പറിൽ ചെയ്തിട്ട് അതിന്റെ ആൻസർ പറയും.
അലിൻ വിൻസെന്റ് പറയുന്നു 24-4, ദേവിക 24-3, നികിത 24-3. ബാക്കിയുള്ളവരൊക്കെ ടൈപ്പ് ചെയ്തോട്ടോ. ഓക്കെ, നോക്കിക്കോളൂ. ഇവിടെ നിങ്ങൾ സ്ട്രിക്ട്ലി ഈ ചാർട്ടിൽ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് പ്രസിഡൻസ് അസോസിയേറ്റിവിറ്റിയുടെ ഈ ഓപ്പറേറ്ററിന്റെ ആ ഓർഡർ നമ്മൾ ഫോളോ ചെയ്യണം. A = 3, B = 4 പ്രശ്നമില്ല. ഇവിടെ ഈ സ്റ്റാർ ഈക്വൽ ടു എന്ന് പറഞ്ഞ ഇപ്പൊ അങ്ങനെ ഒരു ഓപ്പറേറ്റർ നമുക്ക് സി ലാംഗ്വേജിൽ ഉണ്ടല്ലോ, A + B അല്ലെ. A + B എന്ന് പറഞ്ഞാൽ A = A + B എന്നാണ്. ഓക്കെ, അത് നമുക്കറിയാം. അങ്ങനെ ഒരു സംഭവം ഉണ്ട് നമുക്കറിയാം. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് ഇത് മൾട്ടിപ്ലിക്കേഷൻ ഈക്വൽ ടു പ്ലസ് 3 ഓപ്പറേറ്റർ ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്താൽ കൺഫ്യൂഷൻ വരും. ഈ സ്റ്റാർ ഈക്വൽ ടു എന്ന് പറയുന്നത് സിംഗിൾ ഓപ്പറേറ്റർ ആണ്. കണ്ടോ, അതാണ് ഇവിടെ ഉള്ള ഓപ്പറേറ്റർ ആണോ സ്റ്റാർ ഈക്വൽ ടു. ഏറ്റവും ലീസ്റ്റ് പ്രസിഡൻസാ. ഓക്കെ, പ്ലസ് എന്ന് പറയുന്നത് ഇവിടെ ഉള്ള ഓപ്പറേറ്റർ ആണ്. കണ്ടോ, അപ്പൊ ആദ്യം പ്രസിഡൻസ് ഈ മുകളിലത്തെ റോയിലോട്ട് പോകും തോറും പ്രസിഡൻസ് കൂടി വരുമല്ലേ. അപ്പൊ എന്ത് ചെയ്യണം? അപ്പം ആദ്യം പ്രസിഡൻസ് കൂടിയ ആളെയല്ലേ വേണ്ട ചെയ്യാൻ അല്ലെ. അപ്പൊ ഈ സ്റ്റാർ ഈക്വൽ ടു ഒറ്റ ഓപ്പറേറ്റർ ആയിട്ട് കൺസിഡർ ചെയ്തില്ലെങ്കിൽ തെറ്റിപ്പോകും കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് A+5 ചെയ്യുക എന്നുള്ളതാണ്. A+5 ചെയ്യുമ്പം 5ഉം 3ഉം 8 അല്ലെ. 8 ഇപ്പൊ എങ്ങനെയായി മാറി? A * ഈക്വൽ ടു 8 എന്നായി. A * ഈക്വൽ ടു 8 എന്ന് പറഞ്ഞാൽ A = A*. അത് എക്സ്പാൻഡ് ചെയ്യുമ്പോഴാണ് അല്ലെ A = A* 8 എന്നാവുന്നത്. ഇപ്പോഴാണ് മൾട്ടിപ്ലിക്കേഷൻ റിയൽ പവർ കിട്ടിയത്. ഈ മൾട്ടിപ്ലിക്കേഷൻ ഇവിടെയാണ് കേട്ടോ. എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോഴാണ് മൾട്ടിപ്ലിക്കേഷൻ സെപ്പറേറ്റ് ആയി പോയത്. അതുവരെ അത് ഇവിടെ ആയിരുന്നു. ഇപ്പൊ ആ മൾട്ടിപ്ലിക്കേഷൻ ആണ് ഈക്വൽ ടുവിനേക്കാളും പ്രസിഡൻസ് കൂടുതൽ. സോ A × 8, A എത്രയാ? 3. 3 × 8 24. അപ്പൊ എയുടെ വാല്യൂ എത്രയായി മാറും? 24 ആയി മാറും. ഓക്കെ ഓക്കെ, അങ്ങനെ അതുപോലെ ഇതും കൂടെ ചെയ്താലോ? 3 + 4 7. ഇപ്പൊ എങ്ങനെയായി മാറി? B mod = 7 എന്നായി അല്ലെ. B mod = 7 എന്ന് പറഞ്ഞാൽ B = B mod 7 അല്ലെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആദ്യം നമുക്ക് ഈക്വൽ ടു ഇപ്പൊ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ ആയത് കേട്ടോ. പ്ലസ് ആയിരുന്നു നേരത്തെ പ്രയോറിറ്റി. ഇപ്പൊ എക്സ്പാൻഡ് ചെയ്തപ്പോൾ മോഡ് ഇവിടെയാ. കേട്ടോ, മോഡ് ഈക്വൽ ടു ഇവിടെയാ. അപ്പൊ ആദ്യം മോഡല്ലേ ചെയ്യേണ്ടേ? ആണ്. B mod 7. B എന്ന് പറഞ്ഞ വാല്യൂ 4. 4നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ. 4നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ റിമൈൻഡർ എത്രയാ? 4 തന്നെയാണ് അല്ലെ. സോ B = 4. സോ ഫൈനൽ ആൻസർ 24-4. ക്ലിയർ ആണെങ്കിൽ റിസൾട്ട് ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഇനി നമുക്ക് ഇഫ് അല്ലെ, നമുക്ക് പ്രോഗ്രാം എഴുതി തുടങ്ങണമെങ്കിൽ കണ്ടീഷണൽ എക്സ്പ്രഷൻ ആയ ഇഫ്, എൽസ്, ഇഫ്, വൈൽ, ഫോർ ഇത്രയും സംഭവം കണ്ട അതിന്റെ സിന്റാക്സ് ഒക്കെ ഒന്ന് മനസ്സിലായാലും നമുക്ക് കോഡ് എഴുതി തുടങ്ങാൻ പറ്റും. ഓക്കെ ഓക്കെ, അപ്പം ഇവിടെ ഈ പൈത്തണിന്റെ ഇഫിന്റെ സിന്റാക്സ് ആണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, x = 100 ഇഫ് x > or = 100. നിങ്ങൾക്ക് അയച്ചേക്കുന്ന PDF ഇതുണ്ട് കേട്ടോ. നമുക്ക് കണ്ടീഷൻ കൊടുക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, എക്സ് എന്ത് വേണേലും കൊടുക്കാം. കണ്ടീഷൻ കൊടുക്കണം, കോളൻ കൊടുക്കണം. ഓക്കെ, കോളൻ കഴിഞ്ഞാൽ തൊട്ടടുത്ത ലൈൻ 4 സ്പേസ് അകത്തോട്ട് തള്ളിയിട്ട് വേണം എഴുതാൻ. ഇൻഡന്റേഷൻ എന്ന് പറയും അതിന്. ഇൻഡന്റേഷൻ കാരണം ഇതിന് കേർലി ബ്രാക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് കേർലി ബ്രാക്കറ്റിന് പകരമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന സംഭവമാണ്. ഒരേ ലൈനിലുള്ളതെല്ലാം ഒരേ കേർലി ബ്രാക്കറ്റിന്റെ ഉള്ളിലായിട്ടാണ് ഇത് എടുക്കുക. ഓക്കെ, ഇതിപ്പോ ഒരു ലൈനേ ഉള്ളൂ. ഇത് ഈ ഒറ്റ ലൈനേ ഉള്ളത് കൊണ്ട് ആ ഒരു ലൈൻ ഒരു കേർലി ബ്രാക്കറ്റിൽ ഉള്ള പോലെ എടുക്കും. ഓക്കെ, അപ്പൊ അത് കൊടുക്കുക. കേർലി ബ്രാക്കറ്റിന്റെ പരിപാടി ഇല്ലാത്തത് കൊണ്ട് ഇൻഡന്റേഷൻ 4 സ്പേസ് കറക്റ്റ് ആയിട്ട് കൊടുക്കണം.
എന്നിട്ട് ഈ പ്രിന്റ് ഇഫ് കഴിഞ്ഞിട്ടുള്ള പ്രിന്റ് ആണ്. ഐ ആം ഔട്ട് ഓഫ് ഇഫ് ബ്ലോക്ക്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ കേസിൽ നിങ്ങൾക്ക് മനസ്സിലായി. ഇവിടെ നമുക്ക് കുറച്ച് എക്സ്പെരിമെന്റേഷൻ ഒക്കെ നടത്താം. ഇതിപ്പോ ആൻസർ എന്ത് വരും? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇത് ആദ്യം വന്നിട്ട് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 100 ആണെന്ന് നോക്കും അല്ലെ. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 100 ആണെന്ന് നോക്കും. 100 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 100 ശരിയാണ്. അപ്പൊ ഇതെന്തായി മാറി? ട്രൂ എന്നായി മാറി അല്ലെ. ഈ ട്രൂ കണ്ടല്ല ഇവൻ ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കുന്നത്. അവൻ ആ ട്രൂവിന്റെ മാത്തമാറ്റിക്കൽ വാല്യൂ എടുക്കും. ഇവിടെ കണ്ടോ, ഇവിടെ ട്രൂ എന്ന് വരും. കാരണം റിലേഷണൽ ഓപ്പറേറ്ററിന്റെ ഔട്ട്പുട്ട് എപ്പോഴും എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. ആ ട്രൂവിന്റെ മാത്തമാറ്റിക്കൽ വാല്യൂ എത്രയാ? 1 ആണ്. അപ്പൊ ഇവൻ ആ 1 കണ്ടാണ് മനസ്സിലാവുന്നത്. കമ്പ്യൂട്ടറിന് ഈ ട്രൂ എന്നൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. അവൻ ആ നമ്പർ കണ്ടിട്ടാണ് മനസ്സിലാക്കുന്നത്. അവിടെ ഒരു 1 ആ വന്നേക്കുന്നത്, അതുകൊണ്ട് 0 അല്ലാത്തൊരു വാല്യൂ ആണ് 1. അപ്പൊ അത് ശരിയാണെന്ന് അവന് മനസ്സിലാവും. ഓക്കെ, അതാണ് ശരിയായിട്ട് എടുക്കുക അവൻ. അപ്പം ഈ കേസിൽ ഇത് ശരിയാണ്. ഇത് ശരിയാണെങ്കിൽ ഇഫിന്റെ കോഡ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. ഇഫിന്റെ കോഡ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്താൽ ഐ ആം ഇൻ ഇഫ് ബ്ലോക്ക് അടിക്കും. ഓക്കെ, ഇനി ഈ ലൈനിന്, ഈ പ്രോഗ്രാമിന്റെ ഈ ലൈനിന് എന്തില്ല? ഈ ഇഫുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആ ഇഫിൽ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ഈ അവസാനത്തെ ലൈൻ അടിക്കും. ഇഫുമായിട്ട് ബന്ധമില്ലല്ലോ. ഫസ്റ്റ് ലൈൻ, സെക്കൻഡ് ലൈൻ, ഇതാണ് തേർഡ് ലൈൻ. ഇഫ് ശരിയായാൽ മാത്രമേ ഈ ലൈൻ അടിക്കൂ. ഓക്കെ, ലാസ്റ്റ് ലൈൻ ഇഫ് ശരിയാണെങ്കിലും അല്ലെങ്കിലും അടിക്കും. അതൊക്കെ അറിയാമല്ലോ. ഒരു എസ് അടിക്കാവോ? ഓക്കെ ആണോ? മുന്നോട്ട് പോയിക്കോട്ടെ. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. ഇനി അടുത്തത് ഇഫ് എൽസ് ആണ്. അത് നമുക്ക് ചിലപ്പോൾ ആവശ്യം വരും. എന്താ? ശരിയാണെങ്കിൽ ഇഫിന്റെ കോഡ് ബ്ലോക്ക് അടിക്കണം അല്ലെ. 4 സ്പേസ് അകത്തോട്ടാണ്. കോളൻ കഴിഞ്ഞാൽ തൊട്ടടുത്ത ലൈൻ 4 സ്പേസ് അകത്തോട്ടായിരിക്കണം. നമ്മൾ 2 കൊടുത്താലും വർക്ക് ചെയ്യും, പക്ഷെ 4 കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ. 4 സ്പേസ് തള്ളുക എന്നുള്ളതാണ് കേട്ടോ. ഇവിടെ കണ്ടോ, ഇവിടെ കോളൻ വന്നു, 4 സ്പേസ് തള്ളി. ഇവിടെ കോളൻ വന്നു, തൊട്ടടുത്ത ലൈൻ 4 സ്പേസ് തള്ളിക്കണം കേട്ടോ. അതൊരു തമ്പ് റൂളായിട്ട് വെച്ചു. കോളൻ കണ്ടാൽ തൊട്ടടുത്ത ലൈൻ 4 സ്പേസ് അകത്തോട്ട് തള്ളണം. അപ്പൊ ഇത് ശരിയാണെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യും. ഈ കണ്ടീഷൻ തെറ്റാണെങ്കിൽ എൽസ് പാർട്ട് എക്സിക്യൂട്ട് ചെയ്യും അല്ലെ. ഇതിനകത്ത് വേറെ ലൈനൊക്കെ വേണമെങ്കിൽ ഒരേ ലൈനിൽ ഇങ്ങനെ എഴുതാമായിരുന്നു. ഒരേ ലൈനിൽ ഇവിടുന്ന് തുടങ്ങുന്ന എല്ലാം ഇഫിന്റെ കോഡ് ബ്ലോക്ക് ആയി മാറും. ഇവിടെ തുടങ്ങുന്ന എല്ലാം എൽസിന്റെ കോഡ് ബ്ലോക്ക് ആയി മാറും കേട്ടോ. അവിടെ ഒരു ലൈനേ ഉള്ളൂ. സോ അതുകൊണ്ട് കുഴപ്പമില്ല. സോ എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 100 ശരിയാണോ തെറ്റാണോ? എക്സ് 100 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 100 ശരിയാണ്. അപ്പൊ എന്ത് ചെയ്യും? ഇത് എക്സിക്യൂട്ട് ചെയ്യും. ഇഫ് എൽസ് ആണെങ്കിൽ ഒന്നുകിൽ ഇഫിന്റെ കോഡ് ബ്ലോക്ക് അല്ലെങ്കിൽ എൽസിന്റെ കോഡ് ബ്ലോക്ക്. ഇപ്പൊ ഇഫിന്റെ കോഡ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്ത സ്ഥിതിക്ക് അത് ചെയ്യും. പിന്നെ ഇത് ചെയ്യത്തില്ല, എൽസ് ആവത്തില്ല. ഐ ആം ഔട്ട് ഓഫ് എൽസ് ഇഫ് ബ്ലോക്ക് അടിക്കും. ഐ ആം ഇൻ ഇഫ് ബ്ലോക്ക്, ഐ ആം ഔട്ട് ഓഫ് ഇഫ് എൽസ് ബ്ലോക്ക്. ഓക്കെ ആണല്ലോ? യെസ്. ഇനി ഇത് ഒന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഈ കോഡ് ഒന്ന് ടൈപ്പ് ചെയ്യാനായിട്ട് വേണമെങ്കിൽ പൈത്തൺ ട്യൂട്ടർ ഉപയോഗിക്കാം. പൈത്തൺ ട്യൂട്ടർ ഒന്ന് എടുക്കാവോ? പൈത്തൺ ട്യൂട്ടർ pythontutor.com. pythontutor.com എടുത്തോ? pythontutor.com. ഓക്കെ, ഇങ്ങനെ വരും പൈത്തൺ ട്യൂട്ടർ. സ്റ്റാർട്ട് വിഷ്വലൈസിങ് കൊടുക്കുക. ഇവിടെ ഒരു സ്റ്റാർട്ട് വിഷ്വലൈസിങ് ഉണ്ട്, അത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഞാൻ ഇന്നലെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അയച്ച ആ PDF ഓപ്പൺ ആക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യാം. ഏജ് ഈസ് ഈക്വൽ ടു ഇൻറ്റ്, നിങ്ങൾ ടൈപ്പ് ചെയ്തോ കേട്ടോ. ഇൻപുട്ട് ഏജ് ഈസ് ഈക്വൽ ടു ഇൻറ്റ് ഇൻപുട്ട് ഇഫ് ഏജ് greater than or equal to 65, print old age. Old age. else if in the short form ആണ് elif കേട്ടോ. elif age greater than or equal to 40, print middle age.
else if age else 65 40 else print young age. ഓക്കെ, ഇതിന്റെ അവസാനം പ്രിന്റ് I am out of if elif block. ഓക്കെ, പൈത്തൺ ട്യൂട്ടറിലാണ് അടിക്കേണ്ടത്. ഞാനപ്പോൾ അത് എങ്ങനെ അതിന്റെ പൈത്തൺ ട്യൂട്ടർ ഉപയോഗിക്കേണ്ടതെന്ന് കാണിച്ചു തരാം. ഇങ്ങനെ ഈ ടൂള് ഏറ്റവും അടിപൊളി ടൂളാണ്. കാരണം നമുക്ക് ഒരു പ്രോഗ്രാം ഒക്കെ എഴുതി എവിടെയാ തെറ്റുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റിയ ലൈൻ ബൈ ലൈൻ എക്സിക്യൂഷൻ കാണിച്ചിരുന്ന ടൂളാണ്. നമ്മൾ കോഡ് എഴുതി, ഈ കോഡ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, ഈ കോഡാണ് ഞാൻ എഴുതിയത്. ഈ കോഡ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, ഒരു പ്രായം കൊടുത്താൽ, ഓക്കെ, ഒരു പ്രായം ഇതിനകത്ത് ഇൻപുട്ടായിട്ട് കൊടുത്താൽ അത് ആ പ്രായത്തിനനുസരിച്ച് ഓൾഡ് ഏജ് ആണോ മിഡിൽ ഏജ് ആണോ യങ് ഏജ് എന്നാണോ അന്ന് അടിക്കും അല്ലെ. ഇപ്പൊ നമ്മളിവിടെ 90 കൊടുത്താൽ വന്നിട്ട് ഇഫ് 90 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 65 ശരിയാണോ തെറ്റാണോ? ശരിയാണ്. അങ്ങനെയാണ് ഓൾഡ് ഏജ് എന്ന് അടിക്കും. പിന്നെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഡൗട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ തൊട്ട് താഴെ പോയ ഈ 90 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40 എന്താണ്? ശരിയാണ്. പക്ഷെ അത് അങ്ങനെ അല്ല ചെയ്യുന്നത്. ഇത് ഷോർട്ട് സർക്യൂട്ടിങ് ഇവിടെ ഉണ്ട്. ഈ ഇഫ് എൽസ് ഇഫ് ഷോർട്ട് സർക്യൂട്ടിങ് ആണ്. ഏതെങ്കിലും ട്രൂ ആയ അവിടെ കൊണ്ട് പണി നിർത്തും. ഇതിപ്പോ ഇഫ് 90 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 65 ട്രൂ ആയ സ്ഥിതിക്ക് ഈ ഇഫിന്റെ കോഡ് ബ്ലോക്ക് അടിച്ചിട്ട് പ്രോഗ്രാമിന്റെ കൺട്രോൾ ഇവിടുന്ന് പണി നിർത്തിയിട്ട് എങ്ങോട്ട് പോകും? എൽസ് ഇഫിന് താഴെ പോകും. എൽസ് ഇഫിന് താഴെ ഇങ്ങോട്ട് പോകും. ഓക്കെ, ഷോർട്ട് സർക്യൂട്ടിങ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്താ? 90 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 65 ശരിയാണെങ്കിൽ 90 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 14 ശരിയല്ലേ? അപ്പൊ ഓൾഡ് ഏജും മിഡിൽ ഏജും അടിക്കണ്ടേ? അങ്ങനെയല്ല അടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒരിടത്ത് ശരിയായ, മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ശരിയായാൽ അവിടെ കൊണ്ട് പണി നിർത്തും. പണി നിർത്തിയിട്ട് ഇഫ് എൽസിഫിന്റെ പുറത്തിറങ്ങി വരും കേട്ടോ, പുറത്ത് വരും. ഈ ഇഫ് എൽസിഫിന്റെ സ്റ്റാർട്ടിങ് ഇതാണ്, എൻഡിങ് ഇവിടെയാണ്. ഈ പുറത്തെന്ന് പറഞ്ഞാൽ ഈ ലാസ്റ്റ് പ്രിന്റാ. അതെങ്ങനെ മനസ്സിലായി അത് പുറത്താന്ന്? ഇതുണ്ടോ, ഇതെല്ലാം ഒരേ ലൈനാണ് കണ്ടോ, ഒരേ ലൈനാണ്. ഈ ഇഫിന്റെ 4 സ്പേസ് അകത്തോട്ടുള്ളത് ഇഫിന്റെ കോഡ് ബ്ലോക്ക്, ഇത് എൽസിഫിന്റെ കോഡ് ബ്ലോക്ക്, ഇത് എൽസിന്റെ കോഡ് ബ്ലോക്ക്. എൽസ് അടിക്കണമെന്ന് മാൻഡേറ്ററി അല്ല. എൽസ് ഇല്ലാതെ നമുക്ക് എൽസിഫ് കൊണ്ട് തന്നെ നിർത്താൻ പറ്റും. എൽസിഫിന്റെ കണ്ടീഷൻ എഴുതി കൊടുക്കാം കേട്ടോ. എൽസിന് കണ്ടീഷൻ കൊടുക്കാൻ പാടില്ല. എൽസ് എന്ന് പറഞ്ഞാൽ മുകളിൽ പറയാത്തതെല്ലാം, അതെല്ലാം എൽസ് സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ ഇത് വളരെ സിമ്പിൾ പ്രോഗ്രാം ഫോർ നമ്മൾ ഈ പ്രായം. ഇപ്പൊ 90 കൊടുത്താൽ ഇപ്പൊ ഔട്ട്പുട്ട് കാണിച്ചിരിക്കുന്നുണ്ടോ? 90 കൊടുത്താൽ ഓൾഡ് എന്ന് അടിക്കുന്നു, ഐ ആം ഔട്ട് ഓഫ് ഇഫ് എൽസിഫ് ബ്ലോക്ക് എന്ന് അടിക്കുന്നു. ഓക്കെ, ഇനി ഇവിടെ ഈ ഓൾഡ് ഏജ് എന്ന് പ്രിന്റ് അടിക്കാനുള്ള, എനിക്ക് ഓൾഡ് ഏജ് എന്ന് പ്രിന്റ് അടിക്കണമെങ്കിൽ ഇൻപുട്ട് ഏത് റേഞ്ചിൽ നിന്ന് ഏത് റേഞ്ച് വരെ കൊടുക്കാം? ഇൻപുട്ട് ഏത് റേഞ്ചിൽ നിന്ന് ഏത് റേഞ്ച് വരെ കൊടുത്താൽ ഓൾഡ് ഏജ് എന്ന് പ്രിന്റ് അടിക്കും? പറഞ്ഞോ. ഓൾഡ് ഏജ് എന്ന് പ്രിന്റ് അടിക്കാനായിട്ട് ഇൻപുട്ട് ഏത് ഇതിൽ കൊടുക്കണം? 65 മുതല് ഇൻപുട്ട് 65 അപ് ടു വാട്ട് നമ്പർ? പോസിറ്റീവ് ഇൻഫിനിറ്റി അല്ലേ? പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ എന്ത് നമ്പർ കൊടുത്താലും എന്തടിക്കും? ഓൾഡ് ഏജ് എന്ന് അടിക്കും. ഈ മിഡിൽ ഏജ് എന്ന് പ്രിന്റ് അടിക്കാനായിട്ടുള്ള നമ്പറിന്റെ റേഞ്ച് എത്രയാ? 40 to 64. 64. യങ് ഏജ് എന്ന് അടിക്കാനോ? -infinity to. അപ്പം 40 അതിൽ മുകളിലോ ആണെങ്കിൽ ഇവൻ പിടിക്കും അല്ലെ? അപ്പൊ 39 അല്ല അതിന് താഴെ അല്ലെ? ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40 ആണെങ്കിൽ ഇവൻ പിടിക്കില്ലേ? 39 to -infinity. അങ്ങനെയാണെങ്കിൽ യങ് ഏജ് അടിക്കും അല്ലെ? പക്ഷെ നമുക്കറിയാം പ്രായം ഒരിക്കലും ഇൻഫിനിറ്റിയിലോട്ടൊന്നും പോകില്ലല്ലോ. 500 വയസ്സ് വരെ ആർക്കും ജീവിച്ചിരിക്കില്ലല്ലോ. നമുക്ക് വിചാരിക്കാം എന്താ, ഒരു വയസ്സ് മുതൽ 100 വയസ്സ് വരെയാണ് പ്രായം എന്ന് വിചാരിക്കുക. ഇവിടെ നിങ്ങൾ 1 വയസ്സ് വരെ 100 വയസ്സ് കൊടുത്താൽ കറക്റ്റ് ആയിട്ട് കിട്ടും. പക്ഷേ ഈ 1 വയസ്സിൽ താഴെ കൊടുത്താലും, ഇപ്പൊ ഇവിടെ നോക്ക്, ഇവിടെ നമ്മൾ ഈ 1 വയസ്സിന് ഇങ്ങോട്ടും 100 വയസ്സിന് മുകളിലോട്ടും എന്തെങ്കിലും ഇൻപുട്ട് കൊടുത്താൽ എന്ത് കിട്ടണം? ഇൻവാലിഡ് ഇൻപുട്ട് എന്ന് കിട്ടണം. ഇൻവാലിഡ് ഇൻപുട്ട് എന്ന് ഔട്ട്പുട്ട് വരണം. ഇൻവാലിഡ്
ഇൻപുട്ട് എന്ന് ഔട്ട്പുട്ടിൽ വരണം. അങ്ങനെ വരുത്താൻ വേണ്ടിയിട്ട് ഈ കോഡ് മോഡിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കിക്കേ. അങ്ങനെ വരുത്താൻ വേണ്ടി കോഡ് മോഡിഫൈ ചെയ്താൽ നോക്കിക്കേ. ഇപ്പൊ ഞാൻ ഇവിടെ ഈ കോഡിൽ വിഷ്വലൈസ് എക്സിക്യൂഷൻ കൊടുത്തിട്ട് പല രീതി ചെയ്യാം. ഞാൻ വിഷ്വലൈസ് എക്സിക്യൂഷൻ കൊടുത്തു 90 കൊടുത്താൽ 90 കൊടുത്തു, എന്നിട്ട് സബ്മിറ്റ് കേട്ടോ. ഇവിടെ സബ്മിറ്റ് കൊടുത്തു. അപ്പൊ ഈ ഇവിടെ കണ്ടോ റെഡ് കളർ ആരോ ആണ് ഇപ്പൊ എക്സിക്യൂട്ട് ചെയ്യുന്ന ലൈൻ കാണിക്കുന്നത് കേട്ടോ. ഇഫ് ഏജ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 65 അതാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇവിടെ നെക്സ്റ്റ് ഇങ്ങനെ ഞെക്കിക്കൊണ്ടിരിക്കുക. ആദ്യം നെക്സ്റ്റ് ഞെക്കുന്നു, അപ്പൊ ആ ആരോ താഴോട്ടിറങ്ങി കേട്ടോ. ഏജ് ഇപ്പൊ 90 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 65 സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടാ ഓൾഡ് ഏജ് കേട്ടോ. അത് ഓൾഡ് ഏജ് വന്നിട്ടില്ല. ഈ ബോക്സ് ഇല്ലേ ഇവിടെ കാണുന്ന ബോക്സ്, ഈ ബോക്സ് ആണ് നമ്മുടെ ഔട്ട്പുട്ട് വരുന്ന മോണിറ്റർ. ഓക്കെ, ഇവിടെ വേരിയബിൾസിന്റെ വാല്യൂ കാണിക്കും. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഇതുണ്ട് ഓൾഡ് ഏജ് എന്ന് ഇപ്പൊ ഔട്ട്പുട്ട് പ്രിന്റ് അടിച്ചു. നേരെ ഇവിടുന്ന് ഉണ്ടോ ഈ റെഡ് കളർ ഇങ്ങോട്ട് വന്നേ. അതാണ് ഞാൻ പറഞ്ഞ എന്ത് ഷോർട്ട് സർക്യൂട്ടിങ് എന്ന് പറഞ്ഞത്. ഏതെങ്കിലും ഒരെണ്ണം ശരിയായ പിന്നെ ബാക്കി ഒന്നും നോക്കാതെ നേരെ താഴെ ഇറങ്ങി വന്നു കേട്ടോ. ഓക്കെ, പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇൻപുട്ട് -500 കൊടുത്താൽ എന്ത് വരും? -500 കൊടുത്താൽ ഓക്കെ, -500 കൊടുത്താൽ വിഷ്വലൈസ് എക്സിക്യൂഷൻ കൊടുക്കാം. -500 കൊടുത്താൽ നെക്സ്റ്റ് കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് കൊടുത്തപ്പം ഏജ് ഗ്രേറ്റ് -500 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 65 ആണോ? അല്ല. അല്ലാത്തതുകൊണ്ട് അടുത്ത എൽസിഫിലോട്ട് വരും. -500 ഗ്രേറ്റർ ദാൻ 40 ആണോ? അല്ല. നെക്സ്റ്റ് വീണ്ടും കൊടുത്തു. അത് രണ്ടും അല്ലെങ്കിൽ അവസാനം എൽസ് പാർട്ട് ഉണ്ടോ, യങ് ഏജ് അടിച്ചു. അങ്ങനെ അടിക്കാൻ പാടില്ലല്ലോ. -500 എന്ന് പറഞ്ഞൊരു ഏജ് ഇല്ലല്ലോ, അത് തെറ്റല്ലേ. 1 മുതൽ 100 വരെയല്ലേ നമുക്ക് വരാൻ പാടുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് ഒരു രീതി എന്ന് പറയുന്നത് ചുമ്മാ ഒരെണ്ണം ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇഫ് ഏജ് കൊടുക്കുമ്പോൾ തന്നെ ഇഫ് ഏജ് ലെസ് ദാൻ 1, ഓക്കെ, 1 വയസ്സിൽ താഴെയോ, ഇഫ് ഏജ് ലെസ് ദാൻ 1 ഓർ അല്ലെങ്കിൽ ഏജ് ഗ്രേറ്റ്, ഇങ്ങനെ എഴുതാൻ പറ്റത്തില്ല കേട്ടോ. ഈ ചിലർ ഇങ്ങനെ എഴുതും, ഏജ് ലെസ് ദാൻ 1 ഓർ എന്താണ് ലെസ് ദാൻ 100, അതൊക്കെ ഒരുമിച്ച് എഴുതും. അങ്ങനെ പറ്റത്തില്ല. അത് ഓരോന്ന് സെപ്പറേറ്റ് എഴുതണം കേട്ടോ. ഏജ് ലെസ് ദാൻ 1 ഓർ ഏജ് ഗ്രേറ്റർ ദാൻ 100 കോളൻ ഉണ്ട്. ഓക്കെ, ഇഫ് അല്ലേ, കോളൻ ഉണ്ട്. ഏജ് 1ൽ കുറവോ 1ൽ കൂടുതലോ ആണെങ്കിൽ പ്രിന്റ് എന്താ പ്രിന്റ് ചെയ്യണ്ടേ? പ്രിന്റ് ഇൻവാലിഡ് ഇൻപുട്ട് അല്ലെ, ഇൻവാലിഡ് ഇൻപുട്ട്. ഓക്കെ, അതല്ലെങ്കിൽ എൽസിഫ് കേട്ടോ. അപ്പൊ ഈ ഇഫ് മാറ്റിയിട്ട് ഞാൻ എന്താക്കുക? എലിഫ് ആക്കുക കേട്ടോ. എലിഫ് ഇതാണെങ്കിൽ 1ൽ താഴെയോ 100ന് മുകളിലാണെങ്കിൽ ഇൻവാലിഡ് പിടിക്കും. അങ്ങനെ അല്ലാത്ത 1നും 100നും ഇടയിലുള്ളത് മാത്രമേ അകത്തോട്ട് കയറുന്നുള്ളൂ. അപ്പൊ അതിന്റെ അകത്ത് 65 വലുത് 65-നേക്കാളും കൂടുതലാണ് ഓൾഡ് ഏജ് അടിക്കും. അല്ലെങ്കിൽ അതിന് എത്ര 40-നേക്കാളും കൂടുതൽ 40 മുതൽ 65 വരെ ആണെങ്കിൽ മിഡിൽ ഏജ് അടിക്കും. അതൊന്നും അല്ലാത്ത 1 മുതൽ 39 വരെ യങ് ഏജ് അടിക്കും. നമുക്ക് നോക്കാം. -500 കൊടുത്തു നോക്കാം. -500 കൊടുത്താൽ ഇഫ് ഏജ് ലെസ് ദാൻ 1 അല്ലേ, -500 ലെസ് ദാൻ 1 ആണല്ലേ. ഇതിൽ ഏതെങ്കിലും ശരിയായ പോലെ ഷോർട്ട് സർക്യൂട്ട് ഓറാണ് ഇത്. ഏതെങ്കിലും ശരിയായ ഔട്ട്പുട്ട് അപ്പൊ തന്നെ പണി നിർത്തിയിട്ട് ഇൻവാലിഡ് ഇൻപുട്ട് അടിക്കും കേട്ടോ. ഏജ് ലെസ് ദാൻ 1 തന്നെ ശരിയായി, അപ്പൊ തന്നെ പ്രിന്റ് ഇൻവാലിഡ് ഉണ്ടോ, ഇൻവാലിഡ് ഇൻപുട്ട് വന്നുണ്ടോ. ഇൻവാലിഡ് ഇൻപുട്ട് വന്നിട്ട് റെഡ് കളറിൽ ആരും ചാടി ഇവിടെ എത്തി. എന്തുകൊണ്ടാ? ഷോർട്ട് സർക്യൂട്ടിങ്ങാ. അവിടെ ഇഫ് എൽസിഫിന് ഏതെങ്കിലും ട്രൂ ആയാൽ അപ്പൊ തന്നെ ബാക്കിയെല്ലാം സ്കിപ്പ് ചെയ്തിട്ട് അവസാനത്തെ ലൈനിലേക്ക് വന്നിരുന്നുണ്ടോ. ഐ ആം ഔട്ട് ഓഫ്, അവസാനത്തെ ലൈൻ എന്തായാലും പ്രിന്റ് അടിക്കും. ഐ ആം ഔട്ട് ഓഫ് ഇഫ് എൽസിഫ് ബ്ലോക്ക് എന്തായാലും പ്രിന്റ് അടിക്കും. ക്ലിയർ ആണെങ്കിൽ റെസ്റ്റ് അടിക്കാവോ? എക്സ്പെരിമെന്റ് ചെയ്ത് നോക്ക് കേട്ടോ. മാക്സിമം എക്സ്പെരിമെന്റ് ചെയ്ത് നോക്ക് എല്ലാ രീതിയിലും. കാരണം ഇത് എല്ലാ രീതിയിലും തറവാണെങ്കിൽ മാത്രമേ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിച്ചാലും നമുക്ക് സിൻടാക്സ് എറർ വരും. അവിടെ ഒന്നും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. സിൻടാക്സ് അടിക്കുന്ന സംഭവം അതൊന്നും ഒന്നും വരാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആൻസർ കിട്ടത്തില്ല കേട്ടോ. ഓക്കെ, മുന്നോട്ട് പോയിക്കോട്ടെ. ഓക്കെ, മുന്നോട്ട് പോവാണേ. വേണമെങ്കിൽ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തു കേട്ടോ. ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ നമുക്ക് പിന്നെ വേണമെങ്കിൽ ചെയ്യാമല്ലോ. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു. ഓക്കെ,
ഇനി നമുക്ക് രണ്ട് കാര്യങ്ങൾ, വൈലും ഫോറും കൂടെ അറിഞ്ഞാൽ നമുക്ക് ആ പ്രോഗ്രാം എഴുതി തുടങ്ങാൻ പറ്റും. വൈല് നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല. വൈല് നിങ്ങൾക്ക് വൈലെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഈ ഇഫും ഇഫ് എൽസും എൽസിഫും ഒക്കെ വൺ ടൈം എക്സിക്യൂഷനാണ്. എക്സിക്യൂട്ട് ഒരു പ്രാവശ്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. വീണ്ടും 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 എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇഫ് എൽസിഫും വൈലും അല്ല ഇഫ് എൽസിഫും ഇഫ് എൽസും വെച്ചിട്ടൊന്നും പറ്റത്തില്ല. വൺ ടൈം എക്സിക്യൂഷനാണ്. അപ്പൊ ലൂപ്പ് വേണമെങ്കിൽ, അതായത് വീണ്ടും വീണ്ടും കറങ്ങി വന്ന് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? പൈത്തണിൽ രണ്ട് സംഭവങ്ങളാണുള്ളത്. ഒരെണ്ണം വൈലും പിന്നെ ഒരെണ്ണം ഫോർ ലൂപ്പും. ഓക്കെ ആണല്ലോ? അതിൽ വൈൽ ലൂപ്പാണിത്. അപ്പൊ ഇവിടെ നിങ്ങൾ കോഡ് കണ്ടാൽ മനസ്സിലാവും. വൈല് കണ്ടീഷൻ എഴുതുന്നു, കോളൻ ഇടുന്നു. ഓക്കെ, ഇവിടെ ഒരു വൈലിന്റെ ഈ കോളൻ വന്നാൽ തൊട്ടടുത്ത ലൈൻ 4 സ്പേസ് അകത്തോട്ട് തള്ളിയിട്ടാണ്. ഓക്കെ ഓക്കെ, ഇത് ഇത്രയും വൈലിന്റെ കോഡ് ബ്ലോക്ക് ആണ്. ഇത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? ഇനി എപ്പം വരെ കറങ്ങിക്കൊണ്ടിരിക്കും? ആദ്യം വൈൽ വന്നിട്ട് ഈ കണ്ടീഷൻ ട്രൂ ആണോ നോക്കും. കണ്ടീഷൻ ട്രൂ ആയിരിക്കുന്നിടത്തോളം കാലം കറങ്ങിക്കൊണ്ടേയിരിക്കും. ഓക്കെ, കൗണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആയിരിക്കുന്നിടത്തോളം കാലം കറങ്ങിക്കൊണ്ടിരിക്കും. ആദ്യം കൗണ്ട് 1 ആക്കും. ആ 1 ആണ് ഇവിടെ പ്രിന്റ് അടിക്കുന്നത് കേട്ടോ. 1 പ്രിന്റ് അടിച്ചു, കൗണ്ട് കൂട്ടി, കൗണ്ട് 2 ആക്കി. 2 ലെസ് ദാൻ ഈക്വൽ ടു 5 ശരിയാണോ? ശരിയാണ്. ശരിയാണെങ്കിൽ വന്നിട്ട് ആ പ്രിന്റ് അടിക്കും. അടുത്ത കൗണ്ട് കൂട്ടിയിട്ട് 3 ആക്കി. വീണ്ടും വന്ന് നോക്കി, 3 ലെസ് ദാൻ ഈക്വൽ ടു 5 ശരിയാണോ? ശരിയാണ്. അപ്പൊ വീണ്ടും പ്രിന്റ് അടിക്കും. അടുത്ത എന്താക്കി? കൗണ്ട് കൂട്ടി 4 ആക്കി. 4 ലെസ് ദാൻ ഈക്വൽ ടു 5 ശരിയാണോ? ശരിയാണ്. അപ്പൊ അത് 4. അടുത്ത 5 ആക്കും. 5 ലെസ് ദാൻ ഈക്വൽ ടു 5 ശരിയാണോ? ശരിയാണ്. ഓക്കെ, പിന്നെ കൗണ്ട് കൂട്ടി 6 ആക്കി. വീണ്ടും കറങ്ങി വന്ന് നോക്കും, 6 ലെസ് ദാൻ ഈക്വൽ ടു 5 ശരിയാണോ? ഇല്ല. അപ്പൊ ഇവിടെ എന്ത് വരും? ഫോൾസ് വരും. ഈ ഫോൾസിന്റെ മാത്തമാറ്റിക്കൽ വാല്യൂ 0 ആണ്. ആ നമ്പർ 0 കണ്ടിട്ടാണ് അവന് മനസ്സിലാവുക ഇത് തെറ്റാണെന്ന്. ഞാൻ പറഞ്ഞില്ലേ, 0 ട്രൂവും ഫോൾസും ഇല്ലാതെ ഒരു സെൻസിബിൾ പ്രോഗ്രാം പോലും എഴുതാൻ പറ്റത്തില്ല. ഇഫ് ആണെങ്കിലും കണ്ടീഷൻ ട്രൂ ഫോൾസ് ആവണം. ഇഫ് എൽസിഫ് ആണെങ്കിലും കണ്ടീഷൻ ട്രൂ ഫോൾസ് ആവണം. എല്ലാത്തിനും ഇവിടെയും കണ്ടീഷൻ ഇത് അവസാനം ഫോൾസ് ആവുമ്പോൾ മാത്തമാറ്റിക്കൽ വാല്യൂ 0 വരും. 0 വരുമ്പോഴത്തേക്ക് പ്രോഗ്രാമിന്റെ കൺട്രോള് ഇവിടുന്ന് താഴോട്ടിറങ്ങും. ഇവിടുന്ന് താഴോട്ടിറങ്ങി ഈ വൈലിന്റെ അടുത്ത സ്റ്റേറ്റ്മെന്റിൽ എത്തും. വൈലിന്റെ അടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്? ഐ ആം ഔട്ട് ഓഫ് വൈൽ ലൂപ്പ്. അതാണ് ഈ ഐ ആം ഔട്ട് ഓഫ് വൈൽ ലൂപ്പ്. ഇത് അടിക്കുന്നത്. ഈ സ്ലാഷ് എൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കേഴ്സർ നിൽക്കുന്ന ഇവിടെയാണ് അല്ലെ? എൻ ഈക്വൽ ടു സ്പേസ് കൊടുത്തു വെച്ചേക്കുമല്ലേ? എൻ ഈക്വൽ ടു സ്പേസ് എന്ന് പറഞ്ഞാൽ കേഴ്സർ നീ താഴോട്ട് പോകണ്ട, ആ കൗണ്ട് അടിച്ചിട്ട് ഒരു സ്പേസ് ഇട്ടിട്ട് അങ്ങോട്ട് മാറി നിൽക്കൂ. കേഴ്സറിനുള്ള ഇൻസ്ട്രക്ഷൻ ആണ്. അപ്പൊ കേഴ്സർ ഇവിടെ നിൽക്കുമായിരുന്നു. ആ നിൽക്കുന്ന കേഴ്സറിനെ താഴോട്ട് കൊണ്ടുവരാനായിട്ട് സ്ട്രിങ്ങിന്റെ ഉള്ളിൽ നമ്മൾ സി ലാംഗ്വേജിൽ സ്ലാഷ് എൻ കൊടുത്താൽ ന്യൂ ലൈൻ അല്ലേ? അതുമാതിരി തന്നെ പൈത്തണിന്റെ ഈ സ്ട്രിങ്ങിന്റെ ഉള്ളിൽ സ്ലാഷ് എൻ കൊടുത്താൽ ന്യൂ ലൈൻ ആണ്. അപ്പൊ ഐ ആം ഔട്ട് ഓഫ് വൈൽ ലൂപ്പ് അടിക്കുന്നതിന് മുന്നേ തന്നെ അത് ന്യൂ ലൈനിൽ വരും. കേഴ്സർ ന്യൂ ലൈനിൽ എത്തും. ഓക്കെ, അപ്പൊ എന്നിട്ട് ഐ ആം ഔട്ട് ഓഫ് വൈൽ ലൂപ്പ് അടിക്കും. ക്ലിയർ ആണെങ്കിൽ റെസ്റ്റ് അടിച്ചേ. പിന്നെ ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പൊ ചെയ്യണ്ട, പിന്നെ ചെയ്ത് നോക്കിയാൽ മതി. ഡൗട്ട് ഉള്ളവർക്ക് അടിച്ച് നോക്കണം കേട്ടോ. പൈത്തൺ ട്യൂട്ടറിൽ അടിച്ച് നോക്കണം. ആ സിൻടാക്സ് PDF എടുക്കുക, അടിക്കുക കേട്ടോ. ഓക്കെ, ലെമിനോട് ചോദിക്കട്ടെ, ഒരെണ്ണം കൂടെ ഉണ്ടേ, ഫോർ ലൂപ്പും കൂടെ. യെസ്, ഓക്കെ ഓക്കെ, മുന്നോട്ട് പോവാം. ഇനി ഫോർ ലൂപ്പ്. ഫോർ ലൂപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിൽ ഫോർ ലൂപ്പ് എഴുതാൻ പറ്റും. ഏത് ലാംഗ്വേജ് ആണെങ്കിലും രണ്ട് രീതിയിൽ ഫോർ ലൂപ്പ് എഴുതാൻ പറ്റും. ഒരെണ്ണം എണ്ണിക്കറങ്ങുക എന്ന് പറഞ്ഞാൽ എനിക്ക് 10 പ്രാവശ്യം കറങ്ങണമെങ്കിൽ നമ്മൾ എന്താ എഴുതുന്നത്? 10 പ്രാവശ്യം കറങ്ങണമെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ എഴുതുന്നത് നോക്കിയോ. സി ലാംഗ്വേജിലാണെങ്കിൽ ഫോർ i ഈക്വൽ ടു 1, i ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10, i പ്ലസ് പ്ലസ് അല്ലേ? i പ്ലസ് പ്ലസ് എന്ന് എഴുതിയിട്ട് നമ്മൾ കേർലി ബ്രാക്കറ്റിൽ കുറെ സ്റ്റേറ്റ്മെന്റ്സ് എഴുതും. ഈ സ്റ്റേറ്റ്മെന്റ്സ് 10 പ്രാവശ്യം അല്ലെ? i 1 ആവും, അടുത്ത പ്രാവശ്യം i 2 ആവും, i 3 ആവും, 10 പ്രാവശ്യം 10 പ്രാവശ്യം. അപ്പൊ രണ്ട് രീതിയിലാണ് നമുക്ക് ലൂപ്പിംഗ് ആവശ്യം വരിക. ഒന്ന്, നമുക്ക് പ്രീ ഡിഫൈൻഡ് ആയിട്ട് അറിയാം എത്ര പ്രാവശ്യം കറങ്ങണമെന്ന്. 10 പ്രാവശ്യം കറങ്ങണം, 20 പ്രാവശ്യം കറങ്ങണം. അങ്ങനെ നിങ്ങൾക്ക് ഓൾറെഡി അങ്ങനത്തെ എത്ര പ്രാവശ്യം കറങ്ങണമെന്ന് അറിയാമെങ്കിൽ അതാണ് കൗണ്ട് ബേസ്ഡ് ലൂപ്പിംഗ് എന്ന് പറയുന്നത്. കൗണ്ടിനെ ബേസ് ചെയ്തിട്ടുള്ള ലൂപ്പിംഗ് ആണ്. ഇനി നിങ്ങൾക്ക് ചില സമയത്ത് എത്ര പ്രാവശ്യം കറങ്ങണമെന്ന് അറിയത്തില്ല. അപ്പൊ നമ്മൾ പറയും വൈല് എക്സ് ലെസ് ദാൻ 10. എക്സ് ലെസ് ദാൻ 10 ആയിരിക്കുന്നിടത്തോളം കാലം കറങ്ങിക്കൊണ്ടേയിരിക്കുക. അത് എപ്പോൾ 10 ആവുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനത്തെ അത് കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് ലൂപ്പ് ചെയ്യേണ്ടി വരും. അപ്പൊ രണ്ട് തരത്തിൽ ലൂപ്പ് ചെയ്യാം. ഒന്ന് എണ്ണി ലൂപ്പ് ചെയ്യാം, കൗണ്ട് വെച്ചിട്ട് ലൂപ്പ് ചെയ്യാം. പിന്നെ ഒന്ന് കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് ലൂപ്പ് ചെയ്യാം.
പൈത്തണിന്റെ ഫോർ ലൂപ്പിന് കണ്ടീഷനെ ബേസ് ചെയ്ത് ലൂപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, കണ്ടീഷൻ എഴുതാൻ പറ്റത്തില്ല ഈ ഫോർ ലൂപ്പില്. പൈത്തണിന്റെ ഫോർ ലൂപ്പിൽ എണ്ണാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഓക്കെ, എണ്ണി കറങ്ങാൻ വേണ്ടി മാത്രമേ പൈത്തണിന്റെ ഫോർ ലൂപ്പിൽ പറ്റത്തുള്ളൂ. ആ ഫോർ ലൂപ്പിന്റെ സിൻടാക്സ് ഇങ്ങനെയാ: ഫോർ ഐ ഇൻ റേഞ്ച്. ഐ എന്ന് പറയുന്ന വേരിയബിൾ ആണ്, ലൂപ്പിംഗ് വേരിയബിൾ. നമ്മൾ ഫോർ ലൂപ്പിൽ ഇടുന്ന ഐ ഇല്ലേ, അതേ ഐ തന്നെയാണ് ഈ ഐ കേട്ടോ. ആ റേഞ്ചിന്റെ ഉള്ളിൽ 3 പാരാമീറ്റർ കൊടുക്കണം. ആദ്യത്തെ പാരാമീറ്റർ സ്റ്റാർട്ട്, രണ്ടാമത്തെ പാരാമീറ്റർ സ്റ്റോപ്പ്, മൂന്നാമത്തെ പാരാമീറ്റർ സ്റ്റെപ്പ്. സ്റ്റാർട്ട്, സ്റ്റോപ്പ്, സ്റ്റെപ്പ്. എവിടെ തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം, എത്ര വെച്ച് കൂട്ടണം. ആദ്യം ഐയുടെ വാല്യൂ ഈ സ്റ്റാർട്ട് വാല്യൂ ആവും 1 ആവും. പ്രിന്റ് ഐ അടിക്കുമ്പോൾ ഈ 1 പ്രിന്റ് അടിക്കും. ഈ എൻഡ് ഈക്വൽ ടു സ്പേസ് കാരണം ഇവിടെ ഒരു സ്പേസ് പ്രിന്റ് അടിക്കും. ഓക്കെ, വീണ്ടും കറങ്ങി വരുമ്പം പുതിയ ഐയുടെ വാല്യൂ ഈസ് ഈക്വൽ ടു പഴയ ഐയുടെ വാല്യൂ. പഴയ ഐയുടെ വാല്യൂ എത്രയാ? 1 അല്ലേ? പഴയ ഐയുടെ വാല്യൂ പ്ലസ് സ്റ്റെപ്പ്. പഴയ ഐയുടെ വാല്യൂ പ്ലസ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 1 മാറിയിട്ട് എന്താവും? 2 ആവും. ഓക്കെ, എന്നിട്ട് പ്രിന്റ് ഐ കൊടുത്താൽ 2 അടിക്കും. അടുത്ത പ്രാവശ്യം 2 പ്ലസ് ഐ 3 അടിക്കും. അടുത്ത് 4 ഐ മാറി 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 വരും. എത്ര പ്രാവശ്യം കറങ്ങും? ഇവിടെ നമ്മൾ ഈ 1 മുതൽ 10 പ്രാവശ്യം കറങ്ങണമെങ്കിൽ n എന്ന് കൊടുത്താൽ മതിയായിരുന്നല്ലോ. ഇവിടെ എന്താ n+1 കൊടുത്തേ? പൈത്തണിന്റെ സ്റ്റോപ്പിന് അനുസരണക്കുറവുണ്ട്. സ്റ്റോപ്പ് നിങ്ങൾ 10 കൊടുത്താൽ ഇവൻ 9 വന്ന് നിൽക്കും. 100 കൊടുത്താൽ 99 വന്ന് നിൽക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് 10 പ്രാവശ്യം കറങ്ങണമെങ്കിൽ ഒന്നും കൂടെ എക്സ്ട്രാ കൊടുക്കണം ഇവിടെ കേട്ടോ. അപ്പൊ ഇവിടെ 1 മുതൽ n-ന്റെ വാല്യൂ 10 ആയിരുന്നു. 10 പ്രാവശ്യം കറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ 11 കൊടുക്കണം. അങ്ങനെയാണ് അത് വർക്ക് ചെയ്യുക കേട്ടോ. അത് നിങ്ങൾ ഓർത്ത് വെച്ചോ. ഈ സ്റ്റോപ്പിന് അനുസരണ ഇല്ല എന്നുള്ളതാണ്. സ്റ്റാർട്ട് ഓക്കെയാ, സ്റ്റാർട്ടിന് അനുസരണയുണ്ട്. സ്റ്റാർട്ട് നിങ്ങൾ പറയുന്നിടത്ത് തുടങ്ങും. പക്ഷെ സ്റ്റോപ്പ് അസെൻഡിങ് ഓർഡർ ആണെങ്കിൽ ഒന്ന് കൂടുതൽ കൊടുക്കണം, ഡിസെൻഡിങ് ഓർഡർ ആണെങ്കിൽ ഒന്ന് കുറച്ച് കൊടുക്കണം. അതാണ് ചെയ്യേണ്ടത്. നമുക്ക് അസെൻഡിങ് ഓർഡറിലും കൗണ്ട് ചെയ്യാം, ഡിസെൻഡിങ് ഓർഡറിലും കൗണ്ട് ചെയ്യാം. അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അതാണ് ഇത് ചെയ്യുന്നത്. ഇനി സെയിം സാധനം തിരിച്ച് കൗണ്ട് ചെയ്യൂടെ? 10, 9, 8, 7, 6, 5, 4, 3, 2, 1. അങ്ങനെ ചെയ്യണമെങ്കിലോ ഉണ്ടോ? സ്റ്റാർട്ട് 10 കൊടുത്തു. 10 മുതൽ 1 വന്ന് നിൽക്കണ്ടേ. പക്ഷെ 1 കൊടുത്താൽ അവൻ 2 വന്ന് നിൽക്കും. അതുകൊണ്ട് നമ്മൾ 1 കുറച്ച് കൊടുക്കണം. 1 നിൽക്കണമെങ്കിൽ 0 കൊടുക്കണം കേട്ടോ. സ്റ്റോപ്പിന് അനുസരണ ഇല്ല. അപ്പൊ n മുതൽ 1 വരെ വരാനായിട്ട് നമ്മൾ 0 കൊടുക്കണം, 1 കുറച്ച് കൊടുക്കണം. അസെൻഡിങ് ഓർഡർ ആണെങ്കിൽ 1 കൂടുതൽ കൊടുക്കണം, ഡിസെൻഡിങ് ഓർഡർ ആണെങ്കിൽ 1 കുറച്ച് കൊടുക്കണം കേട്ടോ, മറക്കരുതേ. ഇനി സ്റ്റെപ്പ് നെഗറ്റീവ് ആയിട്ട് തന്നെ കൊടുക്കണം, കാരണം അല്ലെങ്കിൽ ആ ലൂപ്പിലോട്ട് കയറത്തില്ല. കാരണം അത് കുറഞ്ഞു വന്നാലേ അവസാനത്തിലേക്ക് എത്തത്തുള്ളൂ. അപ്പൊ ആ -1 കൊടുക്കാൻ മറന്നു പോയി കഴിഞ്ഞാൽ ആ ലൂപ്പിലോട്ട് കയറാതെ പോയി കളയാം കേട്ടോ. സ്റ്റോപ്പ്, ഇത് സ്റ്റെപ്പ്. ഓക്കെ, ആദ്യം ഐയുടെ വാല്യൂ എന്താവും? 10 ആവും. ആ 10 ആണ് ഈ 10. പ്രിന്റ് അടിക്കും. ഓക്കെ, ലൂപ്പ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ലൂപ്പിന്റെ സ്റ്റേറ്റ്മെന്റ് ബോഡി. ഫോർ ലൂപ്പ് കഴിഞ്ഞിട്ടാണ് ഇതാണ് എൻ്റയർ പ്രോഗ്രാം. ഫോർ ലൂപ്പ് മൊത്തം കറങ്ങി കഴിഞ്ഞിട്ടേ പ്രിന്റ് കീപ് ഗോയിങ് അടിക്കത്തുള്ളൂ. ഓക്കെ, അപ്പൊ ആദ്യം ഐയുടെ വാല്യൂ 10 ആയി, പിന്നെ ഐയുടെ വാല്യൂ 9 ആയി. അതാണ് ഈ 9 അടിക്കുന്നത്. പിന്നെ ഐയുടെ വാല്യൂ 8 ആയി. പുതിയ ഐയുടെ വാല്യൂ ഈക്വൽ ടു പഴയ ഐയുടെ വാല്യൂ പ്ലസ് ദിസ് -1. ഓക്കെ, ഇപ്പൊ 8 അല്ലേ? 8 പ്ലസ് -1. അങ്ങനെയാണ് ഇത് 7 ആയി മാറുന്നത്. അത് 7 ആയി മാറും ഐയുടെ വാല്യൂ. അത് വീണ്ടും 7 അടിക്കും, 6 അടിക്കും, 5, 4, 3, 2, 1. ഓക്കെ, അപ്പം 1 വന്ന് നിന്നതുണ്ടോ? 0-ലല്ല നിന്നത്, 1-ലാ നിന്നേ. അതാണ് ഞാൻ പറഞ്ഞത് സ്റ്റോപ്പിന് അനുസരണ ഇല്ലാന്ന്. അസെൻഡിങ് ഓർഡർ ആണെങ്കിൽ 1 എക്സ്ട്രാ കൊടുക്കണം, ഡിസെൻഡിങ് ഓർഡർ ആണെങ്കിൽ 1 കുറച്ച് കൊടുക്കണം. ക്ലിയർ ആണെങ്കിൽ രസം അടിച്ചേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഔട്ട്പുട്ടും കൂടെ ഒന്ന് പറഞ്ഞിട്ട് പോയിക്കോ. നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഇത് നാളെ മുതൽ നമുക്ക് പ്രോബ്ലംസ് ചെയ്തു തുടങ്ങാം. ബേസിക് സിൻടാക്സ് കഴിഞ്ഞു. ഇതിന്റെ ഔട്ട്പുട്ട് ഇത് എത്ര പ്രാവശ്യം കറങ്ങാനുള്ള പ്രോഗ്രാമാ? ഫോർ ലൂപ്പ് എത്ര പ്രാവശ്യം കറങ്ങാനുള്ള പ്രോഗ്രാമാ? ഇത് ഇവിടെ അല്ല, ഇങ്ങനെയല്ലേ? ഈ ഫോർ ലൂപ്പ് അകത്തിരിക്കുന്ന കണ്ടന്റ് ഒന്നും നിങ്ങൾ നോക്കണ്ട. സ്റ്റാർട്ട് എത്രയാ? സ്റ്റാർട്ട് 1. സ്റ്റോപ്പ് എത്രയാ? സ്റ്റോപ്പ് 101. സ്റ്റെപ്പ് എത്രയാ? 1. അപ്പൊ 1 മുതൽ 101 വരെ, സ്റ്റോപ്പിന് അനുസരണ ഇല്ലാത്തതുകൊണ്ട് ഇവൻ എവിടെ നിൽക്കും? 100 വരെ. 1 മുതൽ 100 വരെ കറങ്ങാനുള്ള പ്രോഗ്രാം ആണല്ലോ ഇത്. 1 മുതൽ 100 വരെ കറങ്ങാനാണ്. ന്യായമായിട്ടും നിങ്ങൾ
ഇതൊന്നും എഴുതിയില്ലെങ്കിൽ എന്തടിച്ചേനെ? ഇതൊന്നും എഴുതിയില്ലെങ്കിൽ പ്രിന്റ് ആയി കൊടുത്തിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? 1 സ്പേസ് 2 സ്പേസ് 3 സ്പേസ് 4 100 വരെ അടിച്ചേനെ അല്ലേ? ഓക്കെ, സമ്മതിച്ചു. പക്ഷെ ഇവിടെ ഒരു കണ്ടിന്യൂ ബ്രേക്കും ഒക്കെ ഉണ്ട് അല്ലേ? കണ്ടിന്യൂ ബ്രേക്കും ഒക്കെ ഉണ്ട്. അതെന്താ ചെയ്യുന്നത് നോക്കാം. അപ്പൊ ആദ്യം ഐയുടെ വാല്യൂ 1 ആവുന്നു. അപ്പൊ ഇവിടെ നോക്കുന്നു, ഈ 5 = 5 ആണോ? അല്ല. ഈ 5 = 10 ആണോ? അല്ല. അപ്പൊ പ്രിന്റ് ആയി. അങ്ങനെയാണെങ്കിൽ 1 പ്രിന്റ് അടിക്കും. പിന്നെ ഐയുടെ വാല്യൂ 2 ആവും, 2 പ്രിന്റ് അടിക്കും. പിന്നെ ഐയുടെ വാല്യൂ 3 ആവും, 3 പ്രിന്റ് അടിക്കും. ഐയുടെ വാല്യൂ 4 ആവും, 4 പ്രിന്റ് അടിക്കും. ഇനി ഐയുടെ വാല്യൂ 5 ആവും. ഐയുടെ വാല്യൂ 5 ആവുമ്പം ഈ 5 = 5 ശരിയാവും. ഈ 5 = 5 ശരിയായാൽ കണ്ടിന്യൂ ആണ്. കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂവിന്റെ താഴെ ഫോർ ലൂപ്പിലുള്ള സാധനങ്ങളൊന്നും ചെയ്യില്ല. ഇതൊന്നും ചെയ്യില്ല. കണ്ടിന്യൂവിന് ശേഷം ഫോർ ലൂപ്പിലുള്ളതൊന്നും ചെയ്യാതെ അടുത്ത കറക്കത്തിലോട്ട് അവൻ പോകും. കിട്ടിയോ? കണ്ടിന്യൂവിന്റെ ശേഷമുള്ള ഫോർ ലൂപ്പിലുള്ള സാധനങ്ങളൊന്നും ചെയ്യാതെ അടുത്ത കറക്കത്തിൽ പോകുമ്പോ 5 പ്രിന്റ് അടിച്ചോ? ഇവിടെ കണ്ടോ 5 ഇല്ല. കണ്ടോ 5 ഇല്ല. പ്രിന്റ് അടിച്ചില്ല. കാരണം പ്രിന്റ് അടി ഒന്നും ചെയ്തില്ല. ഈ സാധനം വെട്ടിയിട്ടേക്കുന്നുണ്ടോ? അത് ചെയ്തില്ല. ചെയ്യാതെ അടുത്ത കറക്കത്തിലെത്തുമ്പോ 6 ആവും. അപ്പൊ I = 5 തെറ്റാണ്, I = 10 തെറ്റാണ്. പ്രിന്റ് 6 പ്രിന്റ് അടിക്കും. അടുത്ത കറക്കത്തിൽ 7 ആവും, 7 പ്രിന്റ് അടിക്കും. അടുത്ത കറക്കത്തിൽ 8 ആവും, 8 പ്രിന്റ് അടിക്കും. അടുത്ത കറക്കത്തിൽ 9 ആവും, 9 പ്രിന്റ് അടിക്കും. ഓക്കെ, അടുത്ത കറക്കത്തിൽ 10 ആവും. 100 വരെ കറങ്ങാനുള്ള പ്രോഗ്രാം അല്ലേ നിങ്ങൾ എഴുതിയേക്കുന്നത്? 10 ആവും. I = 10 = 5 ആണോ? അല്ല. 10 = 10 ആണോ? ഐയുടെ വാല്യൂ 10 ആയേ. 10 = 10 ആണോ? ആണ്. അങ്ങനെയാണെങ്കിൽ ബ്രേക്ക് അടിക്കാനാ പറഞ്ഞേക്കുന്നത്. ബ്രേക്കും കണ്ടിന്യൂവും തമ്മിൽ എന്താ വ്യത്യാസം? കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഇറ്ററേഷൻ, ആ കറണ്ട് ഇറ്ററേഷൻ ബാക്കിയുള്ളത് ചെയ്യാതെ അടുത്ത ഇറ്ററേഷനിലോട്ട് പോകും. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ പ്രോഗ്രാമിന്റെ കൺട്രോൾ ഫോർ ലൂപ്പിന് താഴെ ഇറങ്ങി വരും. ഫോർ ലൂപ്പിന്റെ പണി തീർന്നു. അവിടെ കൊണ്ട് ഫോർ ലൂപ്പിനെ അവസാനിപ്പിച്ചിട്ട് ഫോർ ലൂപ്പിന് തൊട്ട് താഴെയുള്ള ലൈനിലോട്ട് കൺട്രോൾ വരും. അങ്ങനെയാണ് 10 അടിക്കുന്നില്ല. കണ്ടോ, ഇവിടെ 10 ഇല്ല. ഇവിടെ 10 ഇല്ല. കണ്ടോ, 10 അടിക്കാൻ സമ്മതിച്ചില്ല. I = 10 ആയപ്പോ തന്നെ ബ്രേക്ക് അടിച്ചു. പ്രിന്റിലോട്ടൊന്നും പോയില്ല അത്. ഓക്കെ, നേരെ പ്രോഗ്രാമിന്റെ കൺട്രോൾ അവസാനത്തെ ലൈനായ I am out of ഫോർ ലൂപ്പിലേക്ക് വന്നു. അതാണ് I am out of ഫോർ. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിച്ചേ. മനസ്സിലായെങ്കിൽ യെസ് അടിച്ചു. ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ നാളെ നമുക്ക് ലോജിക് ബിൽഡിംഗ് പ്രോബ്ലംസ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, ഇത്രയും സിൻടാക്സ് വൃത്തിയായിട്ട് പഠിച്ചിട്ട് വരും. ഇന്നത്തെ നമ്മൾ പഠിച്ച സിൻടാക്സുകളൊക്കെ വൃത്തിയായിട്ട് പഠിച്ചിട്ട് വരും. നാളെ വരുമ്പോൾ കൊളാബ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഓപ്പൺ ആക്കി വെക്കുക. പൈത്തൺ ട്യൂട്ടർ ഓപ്പൺ ആക്കി വെക്കുക. പ്രോഗ്രാംസ് എഴുതി തുടങ്ങാം കേട്ടോ. ഹാക്കർ റാങ്കും ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ തുടങ്ങാം. ഓക്കെ അല്ലേ? വൈൻഡപ്പ് ചെയ്താലോ? എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഓക്കെ, താങ്ക് യു.